കേരള ബജറ്റ് അവതരണം പൂർത്തിയാക്കിയിരിക്കുന്നു ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റാണ് അല്പം മുമ്പ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്തായാലും 9 മണിക്ക് തുടങ്ങിയ ബജറ്റ് അവതരണം അല്പം മുമ്പാണ് അവസാനിച്ചത്. സാധാരണ കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റിൽ നിന്നും ദൈർഘ്യമേറിയതാണ് ഈ ബജറ്റ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ആ ബജറ്റിൽ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് പരിശോധിക്കുമ്പോഴും ബജറ്റിൻ്റെ ആകെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ആ പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോഴുമെല്ലാം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ്. ഇതൊരു ന്യൂ നോർമൽ കേരളം, 10 വർഷം മുമ്പുള്ള കേരളമല്ല എന്നൊക്കെ തരത്തിലാണ് അദ്ദേഹം ആ ബജറ്റ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കി എന്നുള്ള അവകാശവാദമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ബജറ്റിൻ്റെ കാര്യങ്ങളിൽ നിന്ന് എത്രത്തോളം പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ചില പ്രഖ്യാപനങ്ങൾ പരിശോധിക്കുമ്പോൾ ആശമാർക്ക് 1000 രൂപയുടെ ഓണററി വർധന വന്നിരിക്കുന്നു. അവർ ആവശ്യപ്പെട്ടതിനേക്കാൾ എത്രയോ കുറവാണ് അത്തരം പ്രഖ്യാപനങ്ങൾ എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം. ഒപ്പം തന്നെ RRTS പ്രഖ്യാപനം, ആ ഒരു പരാമർശം ഈ ബജറ്റിലുമുണ്ട്. ശിശു ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് വലിയ മികച്ച മുന്നേറ്റം നടത്തിയെന്നുള്ള അവകാശമുണ്ട്. നേറ്റിവിറ്റി കാർഡ് നൽകുമെന്ന് പറയുന്നു. കെ ഫോണിന് 112 കോടി രൂപ അനുവദിക്കുന്നു. അവിടെ കെ ഫോണിൽ ഇതുവരെയുള്ള പ്രവർത്തനം ഏത് തരത്തിലാണ് എന്നുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ വന്നിരിക്കുന്നത്. അതിഥികളിലേക്ക് പോകാം. പ്രധാനപ്പെട്ട അതിഥികൾ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായി പ്രഖ്യാപിച്ച ഈ കേരള ബജറ്റിനെ കുറിച്ചുള്ള വിലയിരുത്തൽ നടത്തും. അതിനായി ഇടതുപക്ഷത്തു നിന്നും BJP-യിൽ നിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകർ, UDF പ്രതിനിധികൾ അടക്കമുള്ളവർ നമ്മോടൊപ്പം ഈ ചർച്ചയുടെ ഭാഗമാകുന്നു. ആദ്യം ശ്രീ സതീഷ് വസന്ത്, LDF പ്രതിനിധി. ശ്രീ സതീഷ് വസന്ത്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി. അതിനു മുന്നോടിയായി 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ബജറ്റ് പ്രഖ്യാപനം, നീണ്ട പ്രഖ്യാപനങ്ങളുടെ ഒരു നിര തന്നെ വായിച്ചു. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ബജറ്റിൻ്റെ ഏകദേശം പ്രധാനപ്പെട്ട പോയിന്റുകൾ എൻ്റെ കയ്യിലുണ്ട്. അത് ഓരോന്നായി ഞാൻ നോക്കുകയായിരുന്നു. അതിലിപ്പോൾ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടിയതുപോലെ 75% നടപ്പാക്കാത്ത കാര്യങ്ങളാണ്. അങ്ങനെ 75% നടപ്പാക്കാത്ത കാര്യങ്ങൾ ഓരോന്നായി പേപ്പറിൽ തന്നെ ഉള്ളപ്പോൾ വീണ്ടും ഇവിടെ നീണ്ട നിര തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഈ പ്രഖ്യാപനം എന്നതിനപ്പുറം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കണ്ണിൽ പൊടിയിടൽ എന്നതിനപ്പുറം മറ്റെന്താണ് ജനങ്ങളോട് നിങ്ങൾക്ക് പറയാനുള്ളത്? ജോയിനേരെ, ഇപ്പം 2026-27 വർഷത്തിൽ ഇപ്പോൾ ബാലഗോപാൽ അവതരിപ്പിച്ചതെന്ന് വെച്ചാൽ കേരളം കണ്ടതിൽ 77ാം ബഡ്ജറ്റാണ്. അദ്ദേഹം ഏറ്റവും നീളം കൂടിയ ഒരു ബഡ്ജറ്റാണ്. ഏകദേശം 2.5 മണിക്കൂർ കൂടുതലായി അദ്ദേഹത്തിൻ്റെ ബഡ്ജറ്റ് പ്രസംഗം വന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ തന്നെ ശ്രീ ധനകാര്യമന്ത്രി പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേന്ദ്രം നമുക്ക് തരാനുള്ള വിഹിതം നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും കേരളം പിടിച്ചെന്നതെന്ന് വെച്ചാൽ നമ്മളുടെ പദ്ധതി വിഹിതമൊക്കെ ചിലവാക്കിയിട്ട് തന്നെ. അല്ലാന്ന് ആരാ പറഞ്ഞു? നോക്കൂ, ഇതിൽ 1-2 നമ്മൾ എന്ന് പറയുന്നത് ഇപ്പം എനിക്കും ഞാൻ ഒരു അഡ്വക്കേറ്റാണ്, നിങ്ങളൊരു പത്രപ്രവർത്തകൻ, നമുക്ക് രണ്ടുപേർക്കും ആശ്വസിക്കാനുള്ള 2 കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്കറിയാലോ, ഒരു കാര്യങ്ങൾ ഞാൻ വരാം. ഒന്ന്, നമ്മൾ 10 ലക്ഷം എന്ന് പറയുന്നത് ക്ഷേമനിധി 20 ലക്ഷം ആക്കിയിട്ടുണ്ട്. നിങ്ങൾ പെൻഷൻ എന്ന് പറയുന്നത് 1500 രൂപ കൂട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 13,000 രൂപ കൂട്ടിയിട്ടുണ്ട്. ഇപ്പം പത്രപ്രവർത്തകർക്കും പെൻഷൻകാർക്കും എല്ലാം അതിൻ്റേതായ രീതിയിൽ തലയോടിക്കൊണ്ട് തന്നെ ഈ പെൻഷൻ വന്നിട്ടുണ്ട്. നോക്കൂ, അടുത്ത വിദ്യാഭ്യാസ മേഖല എടുക്കുമ്പോഴത്തേക്ക് +2 വരെ നമുക്ക് സൗജന്യം ഉണ്ടായിരുന്നത് അതിപ്പോൾ ഡിഗ്രി വരെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ന് പറയുന്ന അടിസ്ഥാന സൗകര്യത്തിൽ സാധാ ജനങ്ങൾക്ക് വിദ്യാഭ്യാസവും ഉന്നതങ്ങളിൽ എത്തേണ്ട ഒരു പദ്ധതിയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ, ആശാവർക്കർ മാത്രം അംഗൻവാടിയുണ്ട്. അംഗൻവാടിയിലെ ഹെൽപ്പർമാർക്ക് കൂട്ടിയിട്ടുണ്ട്, 1000-ഉം 500-ഉം കൂട്ടിയിട്ടുണ്ട്. അപ്പം വിവിധ തലങ്ങളിലുള്ള അവർ ഈ സമരം ചെയ്ത സമയത്തൊക്കെ ഇതൊക്കെ കുറച്ചൊക്കെ കൂട്ടിക്കൊടുത്തുകൂടായിരുന്നു എന്നുള്ള ചോദ്യം അല്ലാതെ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശാ വർക്കർമാർക്ക് ഞങ്ങൾ 1000 കൂട്ടുന്നു. അല്ല, ഞാനൊരു കാര്യം ജോയിനേരെ, നിങ്ങൾക്ക് എന്താണ് അതിൽ കാര്യം? ഒരു സ്റ്റണ്ടുമില്ല. ഇപ്പം ബഹുമാനപ്പെട്ട UDF-ന്റെ നേതാക്കൾ ശ്രീ VD സതീശനും കുഞ്ഞാലിക്കുട്ടിയും ശ്രീ മോഹൻ ജോസഫൊക്കെ നമ്മൾ പറയുന്നത്, മോഹൻ ജോസഫ് പറഞ്ഞെന്താണ്, ഈ ബഡ്ജറ്റിൽ വാരിക്കോരി കൊടുത്തിരിക്കുന്നത് ഇത് നടപ്പിലാക്കാത്ത. അപ്പോൾ വാരിക്കോരി കൊടുത്തൊന്ന് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാലോ. അപ്പോൾ ഇത് നടപ്പിലാക്കണം. അങ്ങനെയാണെങ്കിൽ 2000 നമുക്ക് ക്ഷേമ പെൻഷൻ നിങ്ങൾക്കറിയാലോ, അത് 2000 നമ്മൾ പ്രകടന പത്രികയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 2500 നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ, 2000 വരെയല്ലേ കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ബഡ്ജറ്റാണെങ്കിൽ അതിന് കൂട്ടണമായിരുന്നല്ലോ, കൂട്ടിയിട്ടില്ലല്ലോ.
അപ്പം വിവിധ തലങ്ങളായ താഴേക്കടയിലുള്ള എല്ലാ ഈ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ടാണ് ശ്രീ സതീഷ് വസന്ത്, ഇവിടെ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞ പ്രഖ്യാപനത്തിൽ വന്ന പല പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പെൻഷന്റെ കാര്യം പറയുന്നുണ്ട്. ഈ പെൻഷന്റെ കാര്യം ഇങ്ങനെ കഴിഞ്ഞ 5 വർഷം മുമ്പ് പറഞ്ഞ കാര്യം ഏറ്റവും ഒടുവിൽ കൂട്ടിയത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നേരിയ അവിടെ ഇലക്ഷൻ ഇവിടെ ഇപ്പോൾ വീണ്ടും വരാൻ പോകുന്ന ഇലക്ഷൻ ഇതൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം ഇത് കൃത്യമായി കണ്ടിട്ടുള്ളതാണ്. ഞാനൊരു കാര്യം പറ്റും, നമുക്ക് പരിശോധിക്കാൻ ഓരോ മേഖലയെ നമുക്ക് ഇതെങ്ങനെ ഇടകയറി നമുക്ക് പരിശോധിക്കാന്നേ. ഓരോ മേഖലയും നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാം, അത് വരാം. ഇപ്പം ബഡ്ജറ്റിന്റെ ഒരു ഇപ്പം തീർന്നതേ ഉള്ളൂ, അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്നാലും നമുക്ക് പരിശോധിക്കേണ്ടത് പരിശോധിച്ച് തന്നെ പോകും, ഒരു കുഴപ്പമില്ല. ഞാൻ പറയുന്നത് ആദ്യമായി ഒരു ബഡ്ജറ്റ് ധനകാര്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ പ്രാഥമിക കാര്യങ്ങൾ ഞാൻ നോക്കിയിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ. അപ്പം എല്ലാ മേഖലയിലും ഇപ്പം ഏറ്റവും കൂടുതൽ സംസ്ഥാന സർക്കാരിൻ്റെ നേരത്തെ പറഞ്ഞല്ലോ DA കുടിശ്ശിക, അത് അടുത്ത മാസം ആദ്യത്തെ DA കുടിശ്ശിക കൊടുക്കുകയാണ്. അപ്പം നിങ്ങളത് പറയുമ്പോഴത്തേക്ക് നിങ്ങളിത് പറയുമ്പോഴത്തേക്ക് ഇത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടത് ഇത് ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പൊ അടുത്ത ബഹുമാനപ്പെട്ട VD സതീശൻ പറയുന്നത് എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരുന്നതാണ്. അല്ല, ഞാൻ 5 വർഷത്തിനിടയിൽ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ശമ്പള കമ്മീഷൻ വരികയും അത് നടപ്പാക്കേണ്ട സാഹചര്യം വരികയും ചെയ്യാറുന്നില്ലേ? ഇപ്പോൾ അടുത്ത വരാൻ പോകുന്ന സർക്കാരിന്റെ തലയിലേക്ക് കൊണ്ടിട്ട് കൊടുക്കുന്നു. എന്നാൽ ഞങ്ങൾ പറയും ഞങ്ങളാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയും. അല്ല, അടുത്ത സർക്കാരിന്റെ LDF സർക്കാരിൽ വരണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ് അതിന്റെ ബുദ്ധിമുട്ടായിട്ട് വരണത് നിങ്ങൾ മനസ്സിലാക്കും. സ്വപ്നം കാണാം. LDF അല്ല, സ്വപ്നം കാണില്ല. 3.0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വന്നിരിക്കും, ഒരു സംശയവുമില്ല. ജനങ്ങൾക്ക് ജനങ്ങളായ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചുമ്മാ നമ്മൾ DA കുടിശ്ശിക വെച്ചാൽ മതിയോ? ശമ്പള പരിഷ്കരണം നമ്മൾ വെച്ചിട്ട് അത് നടപ്പാക്കാതെ നിന്നാൽ മതിയോ? അങ്ങനെയൊന്നുമില്ല. പ്രഖ്യാപിക്കുമ്പോഴേ നമ്മൾ ഇത് വെച്ച് നമുക്ക് കൊണ്ടുള്ള സാമ്പത്തിക സ്ഥിതി വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ സർക്കാർ ചെയ്യുന്നു. ഇപ്പോൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട VD സതീശൻ ഇന്ത്യക്കകത്ത് ഏറ്റവും കൂടുതൽ കൂടിയ സംസ്ഥാനം വിലക്കയറ്റം കൂടിയ സംസ്ഥാനം എന്ന് എവിടെയെന്നാണ് പറയുന്നത്. നിങ്ങളൊന്ന് എവിടെയെങ്കിലും പരിശോധിച്ച് ഖത്തറും വിലക്കയറ്റം ഉണ്ടെന്ന്. ഇവിടെ സാധാ ജനങ്ങൾക്കൊക്കെ നല്ലവിടുത്തെ കേരളത്തിലേ ചെയ്യുള്ളൂ. നോക്കൂ, ഞാൻ കേരളം വിലക്കയറ്റം കേരളം ഒന്നാമതല്ല എന്ന് താങ്കൾ വീണ്ടും പറയുക. അല്ല, അങ്ങനെയല്ല. കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ഒരു സാധാ ജനങ്ങൾക്ക് കേരളത്തിൽ ജീവിക്കാനുള്ള താങ്കളും പിണറായി വിജയനും മാത്രമേ ഇക്കാര്യം പരിശോധിക്കുന്നേ. നിങ്ങൾ പരിശോധിച്ചിട്ട് വരൂ. വിലക്കയറ്റം ഉണ്ടെങ്കിൽ ഓരോ ആളോഹരി ജനങ്ങളുടെ വരുമാനം മറ്റു സംസ്ഥാനങ്ങളുടെ കൂടുതലാണ്. ശമ്പളമായിരുന്നാലും അവിടെ ജീവിത നിലവാരമായിരുന്നാലും ആരോഗ്യ നിലവാരമായിരുന്നാലും അവിടെ എഡ്യൂക്കേഷനായിരുന്നാലും എല്ലാം നിങ്ങളൊന്ന് പരിശോധിക്കും. അപ്പോൾ നമുക്ക് ഞാൻ പറയുന്നത് ഈ ഒന്നാം, അതുപോലെ തന്നെ ഈ സൗജന്യ യൂണിഫോം പദ്ധതി, K-ഫോൺ പദ്ധതി, പിന്നെ അതുപോലെ തന്നെ K-ഫോണിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്ന് ഇടപെടുക. K-ഫോണിന്റെ കാര്യം പറഞ്ഞാൽ K-ഫോണിന് ഇപ്പോൾ മനസ്സിലാക്കിയ അനുസരിച്ച് 112 കോടിയാണ് അനുവദിച്ചിരിക്കുന്നത്. നിലവിലെ K-ഫോണിന്റെ അവസ്ഥ പലയിടത്തും കിട്ടാത്ത സാഹചര്യം, അതിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലൂടെ അപ്പോൾ ആ സമയത്താണ് 112 കോടി പ്രഖ്യാപനം. കേരളത്തിന് മാത്രം ഏത് സംസ്ഥാനത്തിന് ഇങ്ങനെ സ്വന്തമായ ഒരു K-ഫോണിനെ പോലത്തെ ഏത് പദ്ധതി കൊണ്ട് പറയും? അപ്പൊ അത് കൊണ്ടുവന്നില്ല. അപ്പൊ നമ്മളത് അഭിമാനിക്കല്ലേ ഉണ്ട്. ഞാനും താങ്കളെ പോലത്തെ ആളുകൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ അത് പരിഹരിച്ച് ക്യൂർ ചെയ്ത് പോകുന്നേ. അത് സംശയം എന്താണ്? അത് നമുക്ക് അഭിമാനമില്ലേ? വേറെ എവിടെയുണ്ട് ലൈഫ് പദ്ധതിയിൽ എത്ര കോടി രൂപ ഇവിടെ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലുള്ള സ്കൂളുകളും പാലങ്ങളും എല്ലാം കിഫ്ബി വഴി എത്ര ഇതാണ് വന്നിട്ടുണ്ട്. ശരി, ഞാൻ താങ്കൾക്ക് തിരിച്ചെത്താം. ശ്രീ AK സാദിഖ്, ഇവിടെ ഇപ്പോൾ ഈ വരവിനേക്കാൾ വലിയ ചെലവ് വരുന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ. കണക്കുകളെല്ലാം അത്തരത്തിൽ തന്നെയാണ്. കഴിഞ്ഞ ബഡ്ജറ്റിലെ കാര്യങ്ങൾ പരിശോധിച്ചാൽ ആ റവന്യൂ വരവും റവന്യൂ ചെലവും ഒക്കെ നമുക്കറിയാവുന്നതാണ്. എഫക്റ്റീവ് മൂലധന ചെലവ് 26,968 കോടി രൂപ, റവന്യൂ കമ്മി 27,125 കോടി എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ബഡ്ജറ്റിൽ വന്നത്. അപ്പോൾ അതിൻ്റെ മറ്റൊരു കണക്ക് ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുണ്ട്. വരവ് എത്രയാണോ അതിനേക്കാൾ എത്രയോ ചെലവ് വരുന്ന തരത്തിലുള്ള കണക്ക്. ഇവിടെ ഇപ്പോൾ ഈ ബഡ്ജറ്റിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് പ്രതിപക്ഷത്തെ നേതാവ് തന്നെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇതിൻ്റെ പ്രസക്തി എന്നുള്ളത്. ഈ 3 മണിക്കൂറോളം അവതരിപ്പിച്ച ഈ ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളുടെ ഒരു പ്രസക്തി എത്രത്തോളമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം നോക്കിയാൽ പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ K-ഫോണിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, ഈ റെയിൽ പാതയുമായി ബന്ധപ്പെട്ട് വീണ്ടും പ്രഖ്യാപനങ്ങൾ വരുത്തുന്നു. RRTS എന്നൊക്കെ പറഞ്ഞു വരുന്നു. അത് എത്രത്തോളം നടപ്പാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നു. സിൽവർ ലൈനിൻ്റെ പേരിൽ ആ കുറ്റിയെല്ലാം പിഴുത് കളഞ്ഞു. ഇനി ആ ഇട്ട കുറ്റികൾ പിഴുത് കളയുക എന്നുള്ള ജോലി ബാക്കിയുണ്ട്.
മറ്റൊന്ന് ഇവിടുത്തെ വന്യജീവി ആക്രമണം 70 കോടി രൂപയാണ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചത്. 42% മാത്രമാണ് ചെലവഴിച്ചത്. ബാക്കി ഇപ്പോഴും കിടക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ 100 കോടിയുടെ പ്രഖ്യാപനം നടത്തുന്നത്. അപ്പോൾ ഈ പ്രഖ്യാപനങ്ങൾ എന്നതിനപ്പുറം ഇത് എപ്പോഴത്തോളം നടപ്പാക്കാൻ കഴിയുന്ന അത്തരം ദിശാബോധമുള്ള ഒരു ബഡ്ജറ്റാണെന്നാണ് താങ്കൾ കരുതുന്നത്? ശ്രീ ജോയ് നായർ, ആദ്യം ഒറ്റ വരിയിൽ ഈ ബഡ്ജറ്റിൻ്റെ ഒരു എന്താ പറയുന്ന അശാസ്ത്രീയത അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊരുത്തമില്ലായ്മയെ ഒറ്റ വരിയിൽ പറഞ്ഞാൽ, ഒരു വിദ്യാർത്ഥി വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് വാങ്ങാൻ പോകുന്ന മാർക്കുകൾ എഴുതി കൊടുക്കുക. വിവരമുള്ള ഒരച്ഛൻ പറയും, അതവിടെ ഇരിക്കട്ടെ, കഴിഞ്ഞ പരീക്ഷയ്ക്ക് നിനക്ക് കിട്ടിയ മാർക്കിൻ്റെ ആ പ്രോഗ്രസ് റിപ്പോർട്ട് ഇങ്ങോട്ടൊന്ന് തരാൻ പറഞ്ഞാൽ, ഈ കഴിഞ്ഞ തവണ ഒരു വിഷയത്തിനും ജയിക്കാത്ത ഒരാൾ അടുത്ത പരീക്ഷയ്ക്ക് എല്ലാത്തിനും ഫസ്റ്റ് വാങ്ങുമെന്ന് പറയാം, കേൾക്കാൻ കൊള്ളാം. അടുത്ത പരീക്ഷ വരുന്നത് വരെ ഈ പറഞ്ഞ ആളിന് അഭിമാനിക്കാം. അടുത്ത പരീക്ഷ വരുമ്പോഴല്ലേ അറിയാൻ പോകുന്നത്. ആ ഒരവസ്ഥയാണിത്. കഴിഞ്ഞ ബഡ്ജറ്റിൻ്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വരിയുണ്ട്. 833 പാരഗ്രാഫും 233 പേജും ഒക്കെയുള്ള ഒരു ബഡ്ജറ്റാണ് കഴിഞ്ഞ തവണ അവതരിപ്പിച്ചത്. അദ്ദേഹം അതിൽ പറഞ്ഞത്, ധനഞെരുക്കത്തിൽ നിന്നും കേരളം അതിജീവിച്ചിരിക്കുന്നു. ഇവിടെ അടിസ്ഥാന മേഖലയിൽ, ഉൽപ്പാദന മേഖലയിൽ എല്ലാം വളർച്ചയാണ്. അതേപോലെ അടിസ്ഥാന മേഖലയിലെ പ്രവർത്തനങ്ങളെല്ലാം പുരോഗമിക്കുകയാണ്. സേവന മേഖലയിൽ വൻ നേട്ടങ്ങളാണ്. കേന്ദ്രം ഞങ്ങളെ കഴുത്തി ഞെരുക്കുകയാണ്. കടമെടുക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്നു. ഇതെല്ലാമായിട്ടും ഞങ്ങളുടെ വരവും കൂടി, വരവിൻ്റെക്കാൾ കൂടിയതാൽ ചെലവും ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുമ്പോൾ, സാമാന്യ ബുദ്ധിയുള്ള ഒരാളാണ് ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ ബഡ്ജറ്റ് അങ്ങോട്ട് മാറ്റി വെച്ചൊരു വ്യക്തിയാണെന്ന് നോക്കുക. എനിക്ക് ശമ്പളം മര്യാദയ്ക്ക് കിട്ടുന്നില്ല, ലോൺ എടുക്കാൻ സമ്മതിക്കുന്നുമില്ല. പക്ഷേ എൻ്റെ വീട് പണ്ടുണ്ടായിരുന്നതിനേക്കാൾ ഭയങ്കര സുഭിക്ഷമാണ്, ബാക്കി ഞാൻ കൊണ്ടുപോയി ബാങ്കിൽ ലോണും ഇടുകയാണ് എന്ന് പറഞ്ഞാൽ, എന്നെ ഈ പേരൂർക്കടയിൽ അപ്പുറത്തൊരു ആശുപത്രിയുണ്ട്, അവിടെ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യും. ഇത് ഗവൺമെൻറ്റിനെ ഒന്നും അത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇങ്ങനെ പറഞ്ഞങ്ങ് പോകാമല്ലോ, ആരും കയറി തിരിച്ചങ്ങോട്ട് ചോദിക്കില്ലല്ലോ. അതുകൊണ്ട് ഇത് വെറും ഈ നോർമൽ എന്ന് ഉള്ള ഒരു പുതിയ വാക്ക് അദ്ദേഹം ഉപയോഗിച്ചല്ലോ, ഇല്ലേ? അതെ അതെ. പുതിയ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിച്ച്, അതിൽ എനിക്കൊരു ചെറിയ ഭേദഗതി ഉള്ളത്, ഇത് നോ നോർമൽ അല്ല, അബ്നോർമൽ. ഇതൊരു അബ്നോർമൽ ബഡ്ജറ്റാണ് എന്ന് പറയാം. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത് വികസനത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുകയാണെന്നാണ്. എനിക്ക് അവിടെ പറയാനുള്ളത്, ഇത് വികസനത്തിൽ നിന്നുള്ള ക്രാഷ് ലാൻഡിങ്ങുമാണ്. അപ്പോൾ വാക്കുകൾ പറഞ്ഞാൽ പോരാ, ജനങ്ങൾക്കത് ബോധ്യപ്പെടണം. ഇവിടെ കഴിഞ്ഞ ബഡ്ജറ്റിൽ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അത് 195-ാമത്തെ പാരഗ്രാഫായിരുന്നു. ഈ ബഡ്ജറ്റിൽ 2025-26 ബഡ്ജറ്റ് അവതരണത്തിന് വടക്കൻ ജില്ലകളിൽ നിന്ന് വരുന്ന MLA-മാർക്ക് 6 വരി NH അതിവേഗ പാതയിലൂടെ സഞ്ചരിച്ചു വരാമെന്ന് പറഞ്ഞു. 25 ഡിസംബറിൽ തുറന്നു കൊടുക്കുമെന്ന് പറഞ്ഞു. ഇപ്പോൾ അതിലേക്കൂടെ വരാൻ പോലും ആളുകൾക്ക് പേടിയാണ്, ഇനി എത്തൂല്ല. അപ്പോൾ പറയാൻ എളുപ്പമാണ്, പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുന്നത് അതിൽ ഒരു പിണറായിയുടെ ഇച്ഛാശക്തി കൊണ്ടാണ് അതെല്ലാം നടക്കുന്നതെന്ന് കൂടി പറഞ്ഞു. അതും പറഞ്ഞു. അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ നടക്കുന്നത്. മറ്റൊന്നും കൂടി കയറി പറഞ്ഞു, ഈ തള്ളുമ്പോൾ ഒരു മര്യാദയൊക്കെ വേണ്ടേ, വല്ല ബൈറ്റ് കൊടുക്കുമ്പോൾ ആയിക്കോട്ടെ. ബഡ്ജറ്റിലൊക്കെ പറയുമ്പോൾ പറഞ്ഞെന്താ, 28 വർഷം കഴിഞ്ഞ് വിഴിഞ്ഞം എവിടെ എത്തണമോ അതാണ് ഇപ്പോഴേ എത്തിയതെന്ന്. എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നമ്മൾക്കാർക്കും അറിയില്ല. അപ്പോൾ ഈ ഗവൺമെൻറ് നമ്മൾ 3-4 മേഖലകളായിട്ട് എടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ഇവിടെ ആളുകൾ പ്രതീക്ഷിച്ചിരുന്നത് എന്താ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പറഞ്ഞ 2500 രൂപ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കിട്ടുമെന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല, ഒന്നും പറഞ്ഞില്ല. അപ്പോൾ കഴിഞ്ഞ തവണ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ പറഞ്ഞൊരു വാചകമുണ്ട്, 2000 രൂപ കൊടുത്തിട്ട് വാങ്ങി കഴിച്ചിട്ട് മറ്റേ പണി കാണിച്ചു എന്നാണ് MM മണി പറഞ്ഞത്. പക്ഷേ ജനങ്ങൾ കാണിച്ചത് എന്താണെന്നറിയോ? ഈ 1600 2000 ആക്കിയതിൻ്റെ നന്ദി കേടല്ല, 2500 തരുമെന്ന് പറഞ്ഞു കൊതിപ്പിച്ചിട്ട് 500 രൂപ വെട്ടിക്കുറച്ചതിനകത്തുള്ള ദേഷ്യമാണ് അവിടെ തീർത്തത്. ഈ പറയുമ്പോൾ 400 കൂടുതൽ കൊടുത്തു എന്ന് പറയുമ്പോൾ എത്രയാ കൊടുക്കാമെന്ന് പറഞ്ഞതും കൂടി ഒന്ന് ബോധം വേണം. ഈ പറയുന്നതൊക്കെ ഞാൻ പണ്ടെന്ത് പറഞ്ഞുവെന്ന് ആ ഓർമ്മയില്ലാത്തതിൻ്റെ കുഴപ്പം കൊണ്ടാണ്, അതിപ്പോഴും പറഞ്ഞിട്ടില്ല. ഇവിടെ മറ്റൊരു വലിയ തമാശ,
അഷ്വേഡ് പെൻഷൻ 2 വർഷത്തെ മുമ്പിലത്തെ ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞതാണ് ഈ അഷ്വേഡ് പെൻഷൻ. എന്താണ് ഈ അഷ്വേഡ് പെൻഷൻ? ഇവിടെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ 8 ദിവസം പണിമുടക്കിയ ഒരു പാർട്ടിയാണ്. ആ 2016 അധികാരത്തിൽ വന്ന് 10 വർഷം കഴിഞ്ഞിട്ടും ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുമെന്നൊരു വാക്ക് പറയാൻ ഇവർക്ക് അർഹതയില്ല. ഇനി പങ്കാളിത്ത പെൻഷൻ ആരുടെ സംഭാവനയാണെന്ന് ചോദിച്ചാൽ 2004 ജാനുവരിയിൽ പഴയ പ്രധാനമന്ത്രി വാജ്പേയിയാണ് ഈ പങ്കാളിത്ത പെൻഷൻ കൊണ്ടുവന്നത്. അത് 2013 വരെ ശ്രീ ഉമ്മൻചാണ്ടി സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കിയില്ല. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കിയപ്പോൾ CPM-ൻ്റെയും BJP-യുടെയും അധ്യാപകരും ജീവനക്കാരും കൂടാണ് പണിമുടക്കിയത്. അപ്പോഴാണ് ഇവർ പറഞ്ഞത് ഞങ്ങൾ പിൻവലിക്കും. അത് പിൻവലിച്ചിട്ടില്ല. അതുപോലെ ആശമാർക്ക് 1000 രൂപ വർദ്ധിപ്പിച്ചു കൊടുത്തു ഇല്ലേ? ആ 1000-ന് 31 ദിവസം കൊണ്ടൊന്ന് ഭാഗിച്ചാൽ 32 രൂപയാണ്. പാചക തൊഴിലാളികൾക്ക് 25 രൂപ ഒരു ദിവസം വർദ്ധിപ്പിച്ചു. ഈ ആശാ വർക്കർമാർക്ക് ഒരു ദിവസം 32 രൂപ വർദ്ധിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് 1000 രൂപ 32 ദിവസത്തേക്കാണ്. ഇവിടെ ബംഗാളിക്ക് 50 രൂപയുടെ ഗുണിതങ്ങളായിട്ട് ഒരു ദിവസത്തെ ഈ പൈസ അവൻ വർദ്ധിപ്പിക്കുകയുള്ളൂ. 32 രൂപ വെച്ച് കൂടുതൽ തരാമെന്ന് പറഞ്ഞാൽ അവൻ പോലും സമ്മതിക്കില്ല. ജയിലിൽ കിടക്കുന്നവർക്ക് 625. അതെ, ഇവിടെ ആ ആശാ വർക്കർമാർക്ക് 260 രൂപ, തൊഴിലുറപ്പ് പദ്ധതിക്കാർക്ക് 396 രൂപ, ജയിലിൽ കിടക്കുന്നവന് 630 രൂപ. ഞാൻ വെറുതെ ഒന്ന് കണക്ക് കൂട്ടി നോക്കി. 10 വർഷം ജയിലിൽ കിടന്ന കണക്ക് കൂട്ടാൻ എളുപ്പമാണ്. 365 ഗുണം 10 3650 ദിവസം ഗുണം 630 20 ലക്ഷത്തിന് മുകളിൽ ഇറങ്ങുമ്പോൾ എന്താ ചുമ്മാ എന്താ ഒരു ദിവസം ഒരു ദിവസത്തേക്ക് ഒരിക്കലും അങ്ങനെ വരില്ല. അദ്ദേഹത്തിനൊന്നും കിട്ടൂല. അദ്ദേഹത്തിന്റെ 10% കിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിനയക്കും. അദ്ദേഹത്തിന്റെ കുടുംബമൊക്കെ അദ്ദേഹം ചെയ്ത കുടുംബത്തിന് ഐക്യമോ ഇല്ലയോ എന്നുള്ള അല്ല ഇവിടെ വിഷയം. അല്ല 20 ലക്ഷം രൂപ കിട്ടുമോ? 20 ലക്ഷം രൂപ കിട്ടുമോ സാർ? ഇല്ല, ഒരിക്കലും കിട്ടൂല. ഒന്ന് കണക്ക് കൂട്ടി അദ്ദേഹത്തിന് കിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന് കിട്ടിയാലും അതിന് ഡിവൈഡ് ചെയ്ത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ട് വെറുതെ കിടന്ന് ഉരുളണ്ട ന്യായീകരിക്കണ്ട. ഈ ജയിലിൽ കിടക്കുന്നവന്മാരെ തല്ലി കൊന്നിട്ട് ഈ ജയിലിലെ ഉദ്യോഗസ്ഥരകത്ത് കയറി കിടക്കുന്നവരവസ്ഥയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ജയിലിൽ കിടക്കുന്നവർക്ക് 2 രൂപ കൂട്ടി കൊടുത്തതിന്റെ കാര്യം ഒന്നേ ഉള്ളൂ. അവർക്കൊക്കെ ഇപ്പം പാർട്ടിയാണ് ജീവപര്യന്തം കിടക്കുന്നവന് പാർട്ടിയാണ് കൊടുക്കുന്നത്. ഇനി ഭരണം പോകാൻ പോകുക. ഭരണം പോകുമ്പോൾ പാർട്ടിക്ക് ഇത് ചിലപ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നാൽ പിന്നെ സർക്കാരിൻ്റെ തലയിൽ കയറ്റി വെച്ചിട്ട് ഈ ബാധ്യത നമ്മളുടെ തലയിൽ കൊണ്ടുവെക്കാമെന്നുള്ള പദ്ധതി തന്നെയാണ്. ഇത് സുപ്രീം കോടതിയിലെ ഒരു വിധിയ ഇതാണ്. സുപ്രീം കോടതി വിധി ഏതെങ്കിലും കാര്യം പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളെല്ലാം പ്രതിപക്ഷം പറയുന്നത് വെച്ചാൽ ജയിലിൽ കിടക്കുന്ന ആളുകൾക്ക് കൂട്ടിക്കൊന്നു. അങ്ങനെയാണോ? അങ്ങനെയല്ല. അതിന് വ്യക്തമായ രീതിയിൽ ബഹുമാനപ്പെട്ട ജയിൽ DGP കറക്റ്റായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് 650 രൂപ വരുമ്പോഴത്തേക്ക് ഇതിൽ ആർക്കാണ് ചെയ്തിട്ടുള്ളത് അവർക്ക് കൊടുക്കണം 50%. ബാക്കി ഇത്ര ശതമാനം കുടുംബത്തിന് കൊടുക്കണം. ആ ജയിലിൽ കിടക്കുന്നവന്റെ ഇൻകം ടാക്സ് അങ്ങ് വാങ്ങിയത് അതോടെ അങ്ങ് വാങ്ങിയത്. ജയിലിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് ഖജനാവിലെ പണം എടുത്ത് കൊടുത്തിട്ട് അതിനെ ന്യായീകരിക്കുന്നത് ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ തോന്നും. കാരണം നാളെ ഭാവിയിൽ നമുക്ക് കിട്ടുമല്ലോ എന്നുള്ള നിലയിൽ. ഇപ്പം താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു പത്രപ്രവർത്തകർക്ക് ജോയി നായരോട് ആദ്യം ചോദിച്ചൊരു ചോദ്യം, പത്രപ്രവർത്തക പെൻഷൻ 1000 രൂപ കിട്ടിയില്ലേ? എനിക്ക് ഇത്രയും കിട്ടിയില്ലേ? അതേ കണക്ക് ജയിലിൽ കിടക്കുന്നവനും കിട്ടിയില്ലേ? അപ്പം ജയിലിൽ കിടക്കുന്നവരുടെ എല്ലാവരുടെയും കൂടെ കുടുംബത്തിന്റെ ഒരു പിന്തുണ കിട്ടുമല്ലോ. ഇതൊക്കെ അരിയാഹാരം കഴിക്കുന്ന മുഴുവൻ പേർക്കും അറിയാം. അത് MP ഗോവിന്ദൻ പറയുന്ന പോലെ ഭാഷയിലൊന്നും പറയേണ്ട, ആളുകൾക്ക് കൃത്യമായിട്ട് ഇതെല്ലാം മനസ്സിലാകും. ഒപ്പം ഇവിടെ ഈ പറയുന്ന ഈ ചെറിയ 1000 രൂപയുടെ വർധനവുകൾ ഒരു മാസത്തേക്ക് ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏറ്റവും പ്രസക്തമായ മറ്റു ചില കാര്യങ്ങൾ നമ്മൾക്ക് നോക്കാം. ഇവിടെ പറഞ്ഞു വരുന്ന എന്താണ്, ഈ സാമൂഹ്യ പെൻഷൻ ഒരെണ്ണം പോലും കുടിശ്ശിക
ഇല്ല എന്ന് ഒക്കെ പറയുകയുണ്ടായി. പല പ്രാവശ്യത്തെ ബഡ്ജറ്റുകളിലായി പറഞ്ഞു. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ ഒരു കാര്യം പറഞ്ഞു, കുടിശ്ശികകൾ കൊടുത്ത് തീർത്തു. കുടിശ്ശിക കൊടുത്ത് തീർത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? കുടിശ്ശിക ഉണ്ടായിരുന്നു. കടം തീർത്തു എന്ന് പറഞ്ഞാൽ കടം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ്. ഇനി നോക്കൂ, കഴിഞ്ഞ തവണ 24,000 കോടി രൂപയായിരുന്നു കമ്മി എന്ന് വെച്ചാൽ മൈനസ്. ഇപ്പോൾ അത് എത്രയായി? 37,000 ഏതാണ്ട് 50% കൂടെ കടം വാങ്ങിച്ചു വെച്ചിട്ട് പോയിരിക്കുക. ഇതിനെ ഒരു ഉദാഹരണമായിട്ട് നർമ്മത്തിൽ പറഞ്ഞാൽ, മരിക്കാൻ പോവുകയോ ആത്മഹത്യ ചെയ്യാൻ പോവുകയോ ചെയ്യുന്ന ഒരുത്തൻ നിനക്ക് 1 ലക്ഷം, നിനക്ക് 2 ലക്ഷം, നിനക്ക് 10 ലക്ഷം എന്ന് പറഞ്ഞിട്ട് പോകാം, കൊടുക്കാൻ ആളുകളുണ്ട്. അപ്പോൾ പിന്നീട് വരുന്നവൻ കൊടുക്കേണ്ടി വരും. അതറിഞ്ഞുകൊണ്ടുള്ള വെറും കബളിപ്പിക്കൽ പരിപാടി മാത്രമാണിത്. നിങ്ങൾക്ക് ഈ തൊഴിലുറപ്പ് പദ്ധതി പണ്ട് മൻമോഹൻ സിംഗ് കൊടുത്തതുപോലെയോ അങ്ങനെ ഏതെങ്കിലും ഒരു പുതിയ പദ്ധതി ഈ പോകാൻ പോകുന്ന ഈ ബഡ്ജറ്റിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി എന്ന് പറയുവാൻ വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ഈ 3 മണിക്കൂറിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ മൻമോഹൻ സിംഗൊക്കെ ഒറ്റ വരിയിലെ വാചകങ്ങൾ പറയും. അത് വേറെ ചിലർ 2-3 മണിക്കൂറുകൾ പറയുന്നത്. ഈ മലയാളത്തിലൊരു വാക്കുണ്ട്, മിതം ച സാരം ച വജോഹി വാഹ്മിത. ഏറ്റവും ചുരുക്കിയും സാരമറിഞ്ഞും പറയുന്നവനാണ് മിടുക്കൻ. അല്ലാതെ മണിക്കൂറുകൾ ഈ 10 ഗ്ലാസ് വെള്ളവും കുടിച്ചു, അതേപോലെ 3 മണിക്കൂർ നീണ്ട, അങ്ങ് തന്നെ പറഞ്ഞു, നീണ്ട ബഡ്ജറ്റ്. KM മാണി സാറ് 13 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട്. 1 മണിക്കൂർ മതി, കൂടുതൽ സമയത്തിൽ കാര്യമൊന്നുമില്ല. പന്നി പ്രസവിച്ചാൽ 100 കുഞ്ഞുങ്ങൾ കാണും, ഒരു പ്രയോജനവും ഇല്ല. പുലി പ്രസവിച്ചാൽ 1 കുഞ്ഞേ കാണും. അതുകൊണ്ട് ഈ മണിക്കൂറും എണ്ണവും ഒന്നും പറഞ്ഞ് നീളം കൂടിയ ബഡ്ജറ്റ് ആയതുകൊണ്ട് ജനക്ഷേമ ബഡ്ജറ്റാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാൻ പോകരുത്. റബ്ബറിന്റെ വിലക്കുറവിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞൊരു ന്യായം കൂടെ പറഞ്ഞ് ആദ്യഘട്ടം ഞാൻ അവസാനിപ്പിക്കാം. റബ്ബറിന് 250 രൂപ കൊടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവരാ. 200 രൂപയെ ഇപ്പോൾ ഉള്ളൂ. അതിന് കുറ്റം പറയുന്നത് എന്താണെന്നറിയാം? ട്രംപിൻ്റെ കുഴപ്പം, അതേപോലെ റബ്ബർ ബോർഡിൻ്റെ കുഴപ്പം, ടയർ കമ്പനികളുടെ കുഴപ്പം. ഇവർ 250 കൊടുക്കാമെന്ന് പറഞ്ഞത് കൊടുക്കാത്തതിനെ കുറിച്ച് ഒരക്ഷരം ഈ മന്ത്രി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒരർത്ഥത്തിലും ഈ ബഡ്ജറ്റ് ജനക്ഷേമകരമല്ല. ഇത് വെറുതും ഗിമ്മിക്കാണ്. നടക്കേണ്ടാത്ത, കൊടുക്കേണ്ടാത്ത, ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടാത്ത ഒരു കാര്യങ്ങളിലുള്ള ഒരു വാചക കസർത്ത് മാത്രമായി ഈ ബഡ്ജറ്റിനെ കാണാം. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചെത്താം. BJP പ്രതിനിധി ശ്രീ നന്ദു നമ്മോടൊപ്പമുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ബജറ്റ് അവതരണത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ധനമന്ത്രി പറഞ്ഞത് ഇവിടെ വികസനങ്ങൾ നടക്കാതെ പോയതിനും അതുപോലെ തന്നെ ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാക്കിയതുമെല്ലാം കേന്ദ്രത്തിൻ്റെ ഇടപെടലും കേന്ദ്രത്തിൻ്റെ ചില നടപടികളുമാണ് എന്നുള്ളതാണ്. കേരളത്തെ അങ്ങ് ഞെക്കി പിഴിയുകയായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഈ തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടിയത്. കേന്ദ്രത്തിനെതിരെ നിശ്ചിതമായ വിമർശനം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ നമുക്കറിയാം, ഫെബ്രുവരി 1 ഞായറാഴ്ച, വരുന്ന ഞായറാഴ്ച കേന്ദ്ര ബജറ്റ് വരികയാണ്. നിർമ്മല സീതാരാമൻ ആ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. കേരളം ഉറ്റുനോക്കുകയാണ് എന്താണ് കേരളത്തിന് വേണ്ടി കേന്ദ്രം നൽകാൻ പോകുന്നത്. പക്ഷേ ഒന്നും നൽകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അല്ല, ഇതിനകത്ത് ഞാനൊരു ചെറിയ കണക്ക് മാത്രം വായിച്ചിട്ട് താങ്കൾ പറഞ്ഞ ഈ ചോദ്യത്തിനോടൊപ്പം എനിക്ക് പറയേണ്ട കാര്യങ്ങൾ കൂടി ചേർക്കാം. അതായത് സപ്ലൈകോയുടെ ഓഡിറ്റ് കണക്കുകൾ, ഓഡിറ്റ് ചെയ്ത കണക്കുകൾ സമർപ്പിക്കുന്നതിന് വരുത്തിയ വീഴ്ച കാരണം കേന്ദ്രം നൽകേണ്ട 7%, ഈ സപ്ലൈകോ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകേണ്ട 7% അക്കൗണ്ട് കട്ട് നടപ്പിലാക്കിയത് മൂലം 2022-23 സാമ്പത്തിക വർഷത്തിൽ 85.84 കോടി രൂപ, 23-24 സാമ്പത്തിക വർഷത്തിൽ 62.14 കോടി രൂപയാണ് നമുക്ക് സംസ്ഥാനത്തിന് നഷ്ടമായത്. അപ്പം കേന്ദ്രം ഫണ്ട് തരുന്നില്ല, അല്ലെങ്കിൽ കടമെടുക്കാൻ അനുവദിച്ചില്ല. കേന്ദ്രം ഞെക്കിപ്പിഴിയുന്നു എന്ന് ഇവർ പറയുന്നത് ഈ കടമെടുക്കാനുള്ള പരിധി കുറച്ചതിനെയാണ് ഞെക്കിപ്പിഴിയലെന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് തന്ന ഫണ്ട് ഉപയോഗിക്കാതെ കളഞ്ഞതിന് ശേഷം നമുക്ക് കടമെടുക്കാൻ അവസരം തരുന്നില്ലേ എന്ന് പറഞ്ഞ് കരയുന്നതൊക്കെ വളരെ വളരെ അതിനൊക്കെ പറയേണ്ട വാക്കുകൾ വളരെ അപലപനീയമാണ്. ഇനി ഞാനൊരു കാര്യം പറയാം. ഈ ബഡ്ജറ്റ് സത്യത്തിൽ ഇലക്ഷൻ വർഷത്തിൽ അല്ലെങ്കിൽ ഇലക്ഷൻ കാലത്ത് നടക്കുന്ന ഒരു ഇലക്ഷൻ സ്റ്റണ്ടിനപ്പുറത്ത് ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് ആനുകാലിക പ്രസക്തമായ അല്ലെങ്കിൽ ഭാവി കേരളത്തെ സൃഷ്ടിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ കാര്യങ്ങളെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അത് നടപ്പിൽ വരുത്തുന്നതിനോ ഈ ബഡ്ജറ്റിൽ യാതൊരു തരത്തിലുള്ള ശുപാർശയും കാണുന്നതില്ല എന്നുള്ളത് വളരെ നിരാശാജനകമാണ്. കേരളത്തിലെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ, ഞാനൊരു യുവ
പ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കട്ടെ, യുവാക്കൾക്ക് ഈ ബഡ്ജറ്റിൽ 2 മണിക്കൂർ 52 മിനിറ്റ് നീണ്ട കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബഡ്ജറ്റ് അവതരണങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പോകുന്ന ഈ ചരിത്രം സൃഷ്ടിച്ച ബഡ്ജറ്റ് അവതരണത്തിൽ ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച 2 മണിക്കൂർ 52 മിനിറ്റിൽ ഒരു വാക്കിൽ പോലും കേരളത്തിലെ യുവാക്കളുടെ പ്രതീക്ഷയോ കേരളത്തിലെ യുവാക്കൾക്ക് മുന്നോട്ട് പോകേണ്ട ഊർജം കൊടുക്കുന്നതോ ആയ ഒരു വാക്ക് പോലും ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ യുവസമൂഹത്തെ ഒന്നടങ്കം വെല്ലുവിളിക്കുന്ന നിലയിലാണ് കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. യുവജന സംരംഭങ്ങൾക്ക് 76 കോടി കൊടുത്തിട്ടുണ്ട്, ITMAയിലേക്ക് കൊടുത്തിട്ടുണ്ട് 150 കോടി. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ചേട്ടൻ പറഞ്ഞു, ഞാൻ അപ്പോൾ അതിന്റെ മറുപടി പറയാം. കാരണം കേരളത്തിലെ യുവാക്കൾക്ക് 76 കോടി രൂപ കൊണ്ട് കേരളത്തിലെ യുവാക്കളെ മുഴുവൻ സംരക്ഷിക്കാൻ കഴിയുമെന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറ്റ് വാക്കുകളൊന്നും ഞാൻ അതിൽ ഉപയോഗിക്കുന്നില്ല. താങ്കൾക്ക് നടക്കാത്ത പല പദ്ധതികളുടെയും പേരിൽ 100-500 കോടി മാറ്റി, കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ എത്രയോ കോടി രൂപ മാറ്റിവെച്ച ബഡ്ജറ്റാണ് കഴിഞ്ഞ വർഷം ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റ്. അങ്ങനെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ 76 കോടി രൂപ കൊടുത്തു എന്നുള്ളത്, കേരളത്തിലെ യുവാക്കൾക്ക് 76 കോടി രൂപ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊടുത്തു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണെങ്കിൽ തലയിൽ ചുമന്ന് തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ യുവജന വിദ്യാർത്ഥി സംഘടനകളും കേരളത്തിലെ ഇടതുപക്ഷവും തലയിൽ ചുമന്നുകൊണ്ട് നടക്കണം ആ 76 കോടി രൂപയെ. ഒരു സംശയവും വേണ്ട. എത്ര കിട്ടിയെന്നുള്ളത് ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. കാരണം പാമ്പ് കടി ഏൽക്കാതിരിക്കാൻ പണം മാറ്റി വെച്ച അല്ല, ഞാൻ അതിലേക്ക് കൂടുതൽ രണ്ടാമത്തെ കാര്യം, ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പ്രാരംഭവേളയിൽ, ബഡ്ജറ്റിന്റെ ആമുഖ പ്രസംഗം നടത്തുന്ന പ്രാരംഭവേളയിൽ ഇവിടെ ശ്രീ KN ബാലഗോപാൽ കേരളത്തിന്റെ ധനമന്ത്രി പറഞ്ഞത് കേരളത്തിലെ എല്ലാത്തരം ആളുകൾക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അദ്ദേഹം പറഞ്ഞു കേരളത്തിന്റെ സാമ്പത്തിക നില വളരെ ശോചനീയമായ അവസ്ഥയിലാണ് എന്ന് ഇവിടെ പ്രതിപക്ഷം പറഞ്ഞു വരുത്തുന്നു. അത് തെറ്റായ വാദമുഖമാണ്. കേരളത്തിലെ സാമ്പത്തിക രംഗം, കേരളത്തിൻ്റെ സാമ്പത്തിക വർധനവ് വളരെ ഗണ്യമായ നിലയിൽ ഉയർന്നിട്ടുണ്ട്. കേരളം ഇന്ന് വലിയ സാമ്പത്തിക ഭദ്രതയുള്ളൊരു സംസ്ഥാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ടെങ്കിൽ, ആ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ സത്യമാണെങ്കിൽ, അതൊരു വാചക കസർത്തിന്റെ ഭാഗമായിട്ടല്ല ശ്രീ KN ബാലഗോപാലിനെ പോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ധനമന്ത്രി പറഞ്ഞത് എങ്കിൽ, ബഹുമാനപ്പെട്ട സാർ, ഞാൻ ഈ ജയ്ഹിന്ദ് TVയുടെ ഈ ഫ്ലോറിലൂടെ താങ്കളോട് ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണ പൊതു രംഗത്ത് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, സാധാരണപ്പെട്ട ഒരു മലയാളി എന്നുള്ള നിലയിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മുണ്ടുമുറുക്കി കൊടുക്കാൻ പറഞ്ഞ കാലത്ത് ഞങ്ങളുടെ മുകളിലേക്ക് അധികമായി ചുമത്തിയ പെട്രോളിനും ഡീസലിനും ചുമത്തിയ 1 രൂപ ചുങ്കം, ആ ചുങ്കം തിരിച്ചെടുക്കാൻ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവണം. കേരളത്തിലെ രജിസ്ട്രേഷൻ വകുപ്പുകളിൽ 100 ഇരട്ടി നിങ്ങൾ വളർത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഉയർത്തിയിട്ടുള്ള നികുതി, ആ നികുതി നിങ്ങൾ തിരിച്ചെടുക്കാൻ തയ്യാറാവണം. കേരളത്തിലെ ഈ പറയുന്ന കുടിവെള്ളത്തിനും അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിക്കും നിങ്ങൾ അധികമായി ചുമത്തിയ നികുതി, ആ നികുതി തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. അതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വിവിധ സേവനങ്ങൾക്ക് നിങ്ങൾ അധികമായി ചുമത്തിയ നികുതി, ആ നികുതി തിരിച്ചെടുക്കാൻ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ തയ്യാറാവണം. കാരണം ഇതിനെല്ലാം നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ ന്യായം കേരളത്തിൻ്റെ സാമ്പത്തിക രംഗം വളരെ പുറകിലോട്ട് പോകുന്നു, അതുകൊണ്ട് ആ സാമ്പത്തിക രംഗത്തെ തിരിച്ചുപിടിക്കാൻ, കേരളത്തിന് കയറാൻ നിങ്ങൾ മലയാളികൾ ഞങ്ങളെ സഹായിക്കണമെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഈ ഇരട്ട നികുതിയും അതുപോലെ കൊള്ളക്കാരുടെ നികുതി ഞങ്ങളുടെ മുന്നിലേക്ക്, ഞങ്ങളുടെ തലയിലേക്ക് ചുമത്തിയത്. ആ ചുമത്തിയ നികുതികൾ തിരിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സഖാവും അതുപോലെ തന്നെ ശ്രീ KN ബാലഗോപാലും കേരളത്തിൻ്റെ ധനരംഗം, സാമ്പത്തിക രംഗം, അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാമ്പത്തിക വർധനവ് ഉണ്ടായ ഈ സാഹചര്യത്തിൽ അതിന് തയ്യാറാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിനോടൊപ്പം ഈ പറഞ്ഞ വലിയ ബഡ്ജറ്റ് അവതരണം നടത്തി, വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് അവതരണം നടത്തുമ്പോൾ ഇവിടെ നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ചില കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചാൽ എത്ര ശതമാനം തുകയാണ് ചിലവഴിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബഡ്ജറ്റിൽ എല്ലാ തവണയും നമ്മൾ കാണുന്നത് വലിയ രീതിയിൽ, അതിപ്പോൾ ഇടതുപക്ഷം അവതരിപ്പിച്ചാലും ശരി, UDF അവതരിപ്പിച്ചാലും ശരി, വലിയ രീതിയിലുള്ളൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കും, വലിയ പ്രഖ്യാപനങ്ങൾ ഉള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിനുശേഷം അതിൻ്റെ ധനം അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട്, പിന്നീട് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നതുമായി ബന്ധപ്പെട്ട് ധനവിനിയോഗം വരുന്ന സമയത്ത് വളരെ ചുരുങ്ങിയ എമൗണ്ട്, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 40% താഴെ മാത്രമാണ് ഈ പറയുന്ന ധനവിനിയോഗം നടന്നിട്ടുള്ളത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ ബഡ്ജറ്റിന്റെ അലോക്കേഷനുമായി ബന്ധപ്പെട്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തൊട്ട് മുൻപത്തെ വർഷവും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വലിയ മോഹിപ്പിക്കുന്ന കോടികൾ ഈ ബഡ്ജറ്റിൽ വന്നിരുന്ന് പറയുകയും കയ്യടി നേടുകയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയുടുകയും ചെയ്തതിന് ശേഷം അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു പദ്ധതിയും യാതൊരു ക്രമ നടപടികളും ഈ പറയുന്ന സർക്കാരുകൾ നാളിതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഈ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സംസ്ഥാനത്തിന്റെ പിന്നോക്ക
പിന്നോട്ട് പോക്കിന് ഏറ്റവും കൂടുതൽ ആക്കം വരുത്തിയിരിക്കുന്നത് എന്ന് കേരളീയ പൊതുസമൂഹത്തിന് മനസ്സിലായിരിക്കുന്ന ഒരു സാഹചര്യത്തിലെങ്കിലും നിങ്ങൾ ഈ ധനവിനിയോഗം നടത്താനുള്ള ഒരു പരിശ്രമം നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഇനി അടുത്തൊരു കാര്യം, ഇപ്പോൾ പുതിയ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ഇപ്പോൾ RRTS ഒക്കെ പ്രഖ്യാപിച്ചിട്ട് 4 ഘട്ടങ്ങളായി നടത്തും, അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് 100 കോടി രൂപ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാർത്ത വരുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇങ്ങനെ പ്രാരംഭ പദ്ധതികൾ ഒട്ടേറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ബഡ്ജറ്റിലും, കിഫ്ബിയിൽ ഫണ്ട് മാറ്റി വെച്ചിട്ട് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിച്ചു. ആ പദ്ധതികളിൽ ഒരെണ്ണമെങ്കിലും, ഞാൻ 100 പദ്ധതികൾ പ്രഖ്യാപിച്ചാൽ 100 എണ്ണത്തിൻ്റെയും സ്റ്റാറ്റസ് ചോദിക്കുന്നില്ല, പക്ഷെ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിങ്ങൾ പുതുതായി പ്രഖ്യാപിച്ച ഏതെങ്കിലും ഒരു പദ്ധതി, ആ പദ്ധതി കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞങ്ങൾ നടപ്പിലാക്കി എന്ന് പറയാൻ കഴിയുന്ന കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സഹപ്രവർത്തകർക്ക് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ സർക്കാർ വന്ന കാലം മുതൽ കഴിഞ്ഞ 10 വർഷക്കാലമായി പദ്ധതികൾ പലതും പ്രഖ്യാപിക്കുകയും ഒന്നും തന്നെ നടപ്പിലാകാതിരിക്കുകയും അതിനു വേണ്ടിയിട്ട് അനുവദിക്കുന്ന തുകകളൊക്കെ മറ്റു പല കാര്യങ്ങൾക്കും വകമാറ്റി ചെലവഴിക്കുകയും അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്ന ഒരു സർക്കാരായിട്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇനി ഏറ്റവും എൻ്റെ കൂടെ ഇരിക്കുന്ന LDFന്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീ സതീഷ് ഏട്ടൻ, ഞങ്ങൾ അടുത്തടുത്ത നാട്ടുകാരാണ്, ഞങ്ങൾ സ്വന്തം നാട്ടുകാരാണ്, വ്യക്തിപരമായി നല്ല ബന്ധമുള്ള ആളാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുന്നു, നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസ് നിങ്ങൾ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് വരുമ്പോൾ നിങ്ങളെ കൂടെ നിർത്താൻ വേണ്ടി, നിങ്ങളെ കൂട്ടിച്ചേർക്കാൻ വേണ്ടി, നിങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം കൂടുതലുള്ള ജില്ലയായിട്ടുള്ള കോട്ടയം ജില്ലയിൽ നിങ്ങളുടെ റബ്ബർ കർഷകർക്ക് 250 രൂപ റബ്ബറിന് നൽകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രകടന പത്രിക 5 വർഷം മുൻപ് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രഖ്യാപിച്ചത്. അന്ന് നിങ്ങളാണ് പറഞ്ഞത് കേരളത്തിലെ കോട്ടയത്തെ കേരളത്തിലെ റബ്ബർ കർഷകരെ താങ്ങി നിർത്തുന്ന ഈ പറയുന്ന നിങ്ങളുടെ പാർട്ടിയുടെ ഒക്കെ സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത് എന്ന് താങ്കളുടെ നേതാക്കൾ അടക്കമുള്ളവർ പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ അത് കഴിഞ്ഞ 5 വർഷം കഴിയുമ്പോഴും ഈ പറയുന്ന റബ്ബറിന്റെ വില 250 രൂപയായി മാത്രം ഉയരുന്ന സാഹചര്യത്തിൽ എന്താണ് കേരള കോൺഗ്രസിന് ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് ഇവിടുത്തെ കേരളത്തിലെ സാധാരണപ്പെട്ട റബ്ബർ കർഷകരോട് പറയാനുള്ള ന്യായം? അത് കേൾക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് താല്പര്യമുണ്ട്. ഇത്തരം കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ബഡ്ജറ്റിനെ വിലയിരുത്തുന്ന സമയത്ത് ഇതൊരു നടക്കാത്ത ബഡ്ജറ്റാണെന്നും ഒരു ഇലക്ഷനിലേക്ക് കടക്കാൻ പോകുന്ന അവസാന ഘട്ടത്തിൽ ഇത്തരം ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് വെറും ഇലക്ഷൻ ഗിമ്മിക്കും അവരുടെ ഒരു ഇടതുപക്ഷത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നോട്ടീസ് കേരളത്തിലെ ഗവൺമെന്റിന്റെ ചെലവിൽ ഈ പറയുന്ന 2 മണിക്കൂർ 52 മിനിറ്റ് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളെയും ലൈവാക്കി നിർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് LDFന്റെ ഒരു പ്രകടന പത്രിക ശ്രീ KN ബാലഗോപാൽ അവതരിപ്പിച്ചു എന്നുള്ളതിനപ്പുറത്ത് കേരളത്തിന് ഒരു നയാ പൈസയുടെ ഗുണം ഈ പറയുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്ന യാഥാർത്ഥ്യം കേരളത്തിലെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. ശരി, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നീതി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവിടെ കേരള ബഡ്ജറ്റ് 2026 പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ ഇതുവരെയുള്ള കടം 4.8 ലക്ഷം കോടി, പ്രതീക്ഷിക്കുന്ന വരവ് 1.82 ലക്ഷം കോടി, ചെലവ് 2.17 ലക്ഷം കോടി. ഇപ്പോൾ വരവ് എങ്ങനെയാണ്, ചെലവ് എങ്ങനെയെന്നൊക്കെയുള്ള കൃത്യമായ കണക്ക് അതിലുണ്ട്. ഇവിടെ ഉള്ള പ്രഖ്യാപനങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയതുപോലെ 2 മണിക്കൂർ 52 സെക്കൻഡൊക്കെ 52 മിനിറ്റും ഒക്കെ നീണ്ടു നിന്ന ആ ഒരു ദീർഘമായ പ്രസംഗത്തിനൊടുവിൽ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് ന്യൂ നോർമൽ എന്നൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് അവകാശപ്പെടുന്നത്. വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നുള്ള അവകാശവാദങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് ഈ ബഡ്ജറ്റിനെ നോക്കി? ഞാൻ താങ്കളിലേക്ക് അല്പസമയത്തിനകം എത്താം. ദയവായി തുടരുക. ഇപ്പോൾ KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ആ വാക്കുകൾ. പദ്ധതികളൊന്നുമില്ല, കുറേ അവകാശവാദങ്ങളാണ്. ആദ്യം കൂടുതൽ സമയം ചെലവഴിച്ചത് അവകാശവാദങ്ങൾക്ക് വേണ്ടിയാണ്. നടത്താത്ത കാര്യങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ടുള്ള അവകാശവാദങ്ങളാണ്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള ഫലപ്രദമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല, പ്രഖ്യാപിച്ചിട്ടില്ല. പിന്നെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച കാര്യങ്ങൾ തന്നെ കഴിഞ്ഞ വർഷം സർക്കാർ ഉത്തരവിലൂടെ ഏറ്റവും ദുർബല വിഭാഗങ്ങൾക്ക്, പട്ടികവർഗ പട്ടികജാതി ജനവിഭാഗങ്ങൾക്കായിട്ട് ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്ത സംഖ്യ പോലും പിന്നീട് സർക്കാർ ഉത്തരവിലൂടെ അത് വെട്ടിക്കുറച്ച ഗവൺമെന്റാണ്. അപ്പോൾ പ്രഖ്യാപനങ്ങൾ മാത്രം, തെരഞ്ഞെടുപ്പിനെ കണ്ടുള്ള പ്രഖ്യാപനങ്ങളാണ്. ഇതൊന്നും ആത്മാർത്ഥതയുള്ളതല്ല, പ്രായോഗികമല്ല. അതാണ് പറയാനുള്ളത്. അപ്പൊ അതൊക്കെ വളരെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ തന്നെയാണ്. സർക്കാർ പരാജയം മുന്നിൽ കണ്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ മാത്രം.
അതെല്ലാവർക്കും അവര് തന്നെ പുറകോട്ട് പോയി. അവര് പ്രഖ്യാപിച്ച പദ്ധതികളിൽ നിന്ന് അവര് തന്നെ പുറകോട്ട് പോയി. മനസ്സിലാക്കേണ്ടതേ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക എന്നൊരു ഗിമ്മിക്ക് മാത്രമേ ഈ അതിവേഗ റെയിലിലേക്ക് കാണുന്നുള്ളൂ. എന്താ? അത് മാത്രമായിരുന്നു ഞങ്ങൾ ഉയർത്തിയ അതിനെ സംബന്ധിച്ച പ്രതിഷേധവും എതിർപ്പും വളരെ യാഥാർത്ഥ്യമുള്ളതായിരുന്നു എന്ന് ഇപ്പൊ അവര് തന്നെ സമ്മതിക്കുകയാണ്. സിൽവർ ലൈൻ സംബന്ധിച്ച് ഞങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ, ജനങ്ങൾ ഉയർത്തിയ ആക്ഷേപങ്ങൾ അത് ശരിയാണെന്ന് ഇപ്പം CPM തന്നെ സമ്മതിക്കുന്നു. അങ്ങനെയില്ല, ഞങ്ങൾ ഏത് സർക്കാരും നോക്കിയിട്ടല്ല. കേരളത്തിലെ പ്രകൃതി അതിനെ സംരക്ഷിച്ചുകൊണ്ട് പാരിസ്ഥിതിക പ്രശ്നങ്ങളില്ലാതെ ജനങ്ങൾക്ക് പ്രയാസകരമല്ലാത്ത രൂപത്തിൽ യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള നിർദ്ദേശം ആര് കൊണ്ടുവന്നാലും സ്വീകരിക്കും. ഇവിടെ പാരിസ്ഥിതിക പഠനം നടത്താതെ, ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും നടത്താതെ കുറ്റിയടിയുമായിട്ട് വന്നപ്പോഴാണ് ജനങ്ങൾ അതിനെ എതിർത്തത്. അതിനെതിരായിട്ടുള്ള സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾ വന്നു. സർക്കാരിന്റെ ആനുകൂല്യങ്ങളെ, സർക്കാർ ഉദ്യോഗസ്ഥരുടെ ആനുകൂല്യം, ജീവനക്കാരുടെ ആനുകൂല്യം അതിപ്പോ കൊടുത്തു തീർക്കാവുന്ന മന്ത്രി അവസാനം എന്താ പറഞ്ഞത്? നമുക്ക് സാമ്പത്തിക വർഷം തീരാൻ പോവല്ലേ, എപ്പോ കൊടുക്കുന്നു പറഞ്ഞിട്ടില്ലല്ലോ. അതും ഒരു തട്ടിപ്പ് മാത്രം. ശരി, അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിശോധിക്കാം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ബജറ്റാണ്, അവതരണമാണ് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ വീണ്ടും ഡോക്ടർ നീതിയിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ എങ്ങനെയാണ് ഈ ബജറ്റിനെ താങ്കൾ വിലയിരുത്തുന്നത്? ധനകാര്യമന്ത്രി 2026-27 ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു കഴിഞ്ഞു. 3 മണിക്കൂർ കൊണ്ടാണ് അദ്ദേഹം ബഡ്ജറ്റ് വായിച്ച് തീർത്തത്. വായിച്ച് തീർത്ത ബഡ്ജറ്റ് നമ്മളൊന്ന് വിശകലനം ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2-3 പരിമിതികളുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2025-26 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച മെഗാ പ്രോജക്റ്റുകളെ പറ്റി അദ്ദേഹം ഒന്നും പറയുന്നില്ല. അതേപോലെ തന്നെ റവന്യൂ വരുമാനത്തെപ്പറ്റി പറയുന്നില്ല. റവന്യൂ എക്സ്പെൻഡിച്ചറിനെ പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. എങ്കിലും ഈ 2025-26 ബഡ്ജറ്റ് അവസാനിക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ റവന്യൂ കമ്മി 27,000 കോടിയിൽ നിന്നും 37,000 കോടി രൂപ ആയി ഉയരും എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ 2026-27 അവസാനിക്കുന്ന അവസരത്തിൽ റവന്യൂ കമ്മി വീണ്ടും 30,000 കോടി രൂപയിൽ താഴെ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതൊക്കെ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അത് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് കേരളം അതിരൂക്ഷമായൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് 2026 തിരഞ്ഞെടുപ്പും ആ തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് 2026-27 ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് 2025 ഒക്ടോബർ മാസം കേരള മുഖ്യമന്ത്രി ഏകദേശം 10,000 കോടി രൂപയുടെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. ആ 10,000 കോടി രൂപയിലെ ക്ഷേമ പെൻഷൻ ഒരു മാസം 400 കോടി രൂപ വെച്ച് വർദ്ധിപ്പിച്ചു. അതേപോലെ തന്നെ 35-60 വയസ്സ് പ്രായമുള്ള വനിതകൾക്ക് സുരക്ഷയുടെ ഭാഗമായിട്ട് 1000 രൂപ മാസം നൽകും. അതേപോലെ തന്നെ കണക്ട് വർക്ക് എന്ന പേരിൽ യുവാക്കൾക്ക് പരിശീലനത്തിന് പോകുന്നതിന് ഒരു മാസം 1000 രൂപ വെച്ച് കൊടുക്കും. അങ്ങനെ ഒരു വർഷം 400 കോടി രൂപ കണക്ട് വർക്കിനും, അതുപോലെ തന്നെ 3,450 കോടി രൂപ സ്ത്രീകളുടെ വീട്ടമ്മമാരുടെ സുരക്ഷയ്ക്ക്, സാമൂഹിക സുരക്ഷയ്ക്കും, അതേപോലെ തന്നെ 400 രൂപ അധികത്തിൽ സാമൂഹികക്ഷേമ പെൻഷനും കൊടുത്ത് ഏകദേശം 10,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് 2025-2026 ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റവന്യൂ കമ്മി 27,000 കോടിയിൽ നിന്നും 37,000 കോടി രൂപയിലേക്ക് ഉയരുവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ആ പെൻഷനൊന്നും ഇപ്രാവശ്യം 26-27 വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുമില്ല. ഇതാണ് ഒരു ആമുഖമായിട്ട് ഈ ബഡ്ജറ്റിനെ പറ്റി പറയാനുള്ളത്. അവിടെ ഡോക്ടർ നേതി, ഇവിടെ ഇപ്പോൾ ഈ പല പ്രഖ്യാപനങ്ങൾ, ഇപ്പോൾ താങ്കൾ കഴിഞ്ഞ ബഡ്ജറ്റ് നമ്മളിതുപോലെ ചർച്ച ചെയ്തതാണ്. അന്ന് വന്ന പ്രഖ്യാപനങ്ങൾക്കപ്പുറം കൂടുതൽ പുതുമയായിട്ട് തോന്നുന്നത് എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാൻ കഴിയുമോ? പ്രത്യേകിച്ചും ഈ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി 10 കോടി ഉണ്ടെങ്കിൽ
അത് തന്നെ ഇപ്പോൾ വീണ്ടും 20 കോടിയാക്കി മാറ്റുന്നു എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും ഗുണം ഇതിൽ കാണുന്നുണ്ടോ? അതിനകത്ത് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന 2-3 കാര്യങ്ങളേ ഉണ്ട്. ആശാ വർക്കേഴ്സിൻ്റെയും പ്രീ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിൻ്റെയും അംഗനവാടി ടീച്ചേഴ്സിൻ്റെയും ക്യാൻസർ പേഷ്യൻസിൻ്റെയും അങ്ങനെ പറയപ്പെടുന്ന ദുർബല വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്ക് 1000 രൂപയുടെ അധിക വർധനവ് കൊടുക്കുന്നുണ്ട് പെൻഷനായിട്ട്. അതുമാത്രമാണ് ഇതിനകത്ത് നമുക്കൊരു ക്ഷേമ പെൻഷനിൽ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ ക്ഷേമം വർദ്ധിപ്പിക്കുന്ന ഒരു ബഡ്ജറ്റാണെന്നും പറയാൻ സാധിക്കുകയുള്ളു. ബാക്കി അതൊഴിച്ച് നിർത്തി ബാക്കി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2025-26 നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്ലാൻ സ്കീമുകളുടെ തനി ആവർത്തനം മാത്രമാണ് 2026-27 ബഡ്ജറ്റിൽ 3 മണിക്കൂർ എടുത്തുകൊണ്ട് ധനകാര്യമന്ത്രി വിശകലനം ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ വായിച്ചു തീർത്തത്. അതിനകത്ത് പുതുമയായിട്ടൊന്നും പറയാൻ നമുക്കൊന്നും കാണുന്നില്ല. ഉദാഹരണത്തിന് ആരോഗ്യ മേഖലയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ 300 കോടി രൂപ വർദ്ധിപ്പിച്ച് വാർഷിക പദ്ധതി 2500 കോടി രൂപ ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് 2500 രൂപ ആരോഗ്യ മേഖലയ്ക്ക് മാറ്റിവെക്കുന്ന അവസരത്തിൽ മെഡിക്കൽ കോളേജ് മുതൽ താഴെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ വരെ നേരിടുന്ന ജീവനക്കാരുടെ ദൗർലഭ്യം, അതേപോലെ തന്നെ വാങ്ങിയ മരുന്ന് കൊടുക്കാനുള്ള ബാധ്യത, വൈദ്യോപകരണങ്ങൾ വാങ്ങിച്ച വകയിൽ തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത, അതിനെ വരും വർഷം അതായത് 2026-27 വേണ്ടി വരുന്ന അധിക ചെലവ്, ഈ വക കാര്യങ്ങളെപ്പറ്റി വ്യക്തമായൊരു നയരൂപീകരണം നടത്താതെ ഒരു പ്രഖ്യാപനമാണ് ആരോഗ്യ മേഖലയിൽ നടത്തിയിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഉദ്യോഗസ്ഥരെയും സർക്കാർ ജീവനക്കാരെ ആയാലും അങ്ങനെയുള്ള ജീവനക്കാരെയൊക്കെ ഒന്ന് കൂടെ നിർത്താമെന്ന് കരുതി ശമ്പള കമ്മീഷന്റെ പ്രഖ്യാപനമൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും അതും വളരെ ഇതാണ്. 2024 ജൂലൈ മാസം പ്രാബല്യത്തിൽ വരേണ്ടുന്ന ശമ്പള പരിഷ്കരണമാണ്. അതിപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു ശമ്പള കമ്മീഷനെ നിയമിക്കുന്നത്. ആ ശമ്പള കമ്മീഷൻ 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഏപ്രിൽ മാസത്തിലെ റിപ്പോർട്ട് സമർപ്പിക്കണം. പക്ഷേ ഏപ്രിൽ മാസമാണ് നമ്മുടെ ഇലക്ഷൻ്റെ ടൈം വരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ മാനദണ്ഡങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തൊന്നും ചെയ്യാൻ കഴിയാതെ വരും. അപ്പം അന്നേരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ശമ്പള കമ്മീഷൻ നിയമിച്ചു. ആ ശമ്പള കമ്മീഷൻ കിട്ടിക്കഴിഞ്ഞു, ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയാൻ വേണ്ടി മാത്രമാണ്, അതായത് തിരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ട് മാത്രമാണ് അത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ മറുഭാഗത്തേക്ക് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ക്ഷാമബത്ത ഗഡുവിനെ പറ്റി പറയും, ക്ഷാമബത്ത കുടിശ്ശികയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5 ക്ഷാമബത്ത കുടിശ്ശിക കൊടുക്കാനുണ്ട്. അപ്പോൾ അതിലൊന്ന് ഇപ്പം ഫെബ്രുവരി മാസത്തിൽ കൊടുക്കും, ബാക്കിയുള്ളത് മാർച്ച് 31 കൊടുക്കും, അല്ലെങ്കിൽ ഏപ്രിൽ 1 തീയതി കൊടുക്കുമെന്നാണ് പറയുന്നത്. 2 ആഴ്ചയ്ക്ക് മുമ്പ് കേരള ധനകാര്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ ക്ഷാമബത്ത കുടിശ്ശിക മൊത്തം കൊടുത്ത് തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം 25,000 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നാണ്. ആ 25,000 കോടി രൂപയുടെ ബാധ്യത ധനകാര്യമന്ത്രിക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ എങ്ങനെ വിഭവസമാഹരണം നടത്താൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി അദ്ദേഹം ഇവിടെ ഒന്നും പറയുന്നില്ല. നേരം അതും ഇതുപോലെ വാഗ്ദാനമായിട്ട് നിലനിൽക്കുമോ എന്നുള്ളതൊരു സംശയം സാധാരണ പെൻഷൻകാരുടെയും ഉദ്യോഗസ്ഥരുടെയും മനസ്സിൽ താങ്ങാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കേണ്ടുന്നത് ഈ പങ്കാളിത്ത പെൻഷൻ്റെ കാര്യമാണ്. 2016-ലും 2021-ലും LDF ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങൾ പങ്കാളിത്ത പെൻഷൻ നിർത്തി ഞങ്ങൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലേക്ക് പോകും എന്നാണ് വാക്ക് കൊടുത്തിട്ടാണ് ഇവർ അധികാരത്തിൽ വരുന്നത്. 10 വർഷം കഴിയാറായി, ഇപ്പോഴും ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പിലാക്കിയിട്ടില്ല. ഇപ്പോൾ പറയുന്നത് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കുമെന്നാണ്. ഇപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അയൽ സംസ്ഥാനമായ തമിഴ്നാട്, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾ അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കിയിട്ടുണ്ട്. ആ അഷ്വേർഡ് പെൻഷനിൽ തമിഴ്നാട് ഗവൺമെൻറ് പറയുന്നത് ഈ ഉദ്യോഗസ്ഥർ 10% സംഭാവനയിൽ കോൺട്രിബ്യൂഷൻ നടത്തണം, ബാക്കി വരുന്ന മൊത്തം ചെലവും സംസ്ഥാന ഗവൺമെൻറ് ഏറ്റെടുക്കും. അവർക്ക് പെൻഷൻ അവസാന 10 മാസം കിട്ടിയ അടിസ്ഥാന പെൻഷൻ്റെ 50% കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റിയും കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ കേരള ഗവൺമെൻറ് പറഞ്ഞത് ഇപ്പോൾ 2 ആഴ്ചയ്ക്ക് മുമ്പ് ധനകാര്യമന്ത്രി പറഞ്ഞത് ഇപ്പോൾ നമ്മൾ പങ്കാളിത്ത പെൻഷനിൽ സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ 14.5% കൊടുക്കണമെന്നുണ്ടെങ്കിൽ കേരള സർക്കാരിന് ഒരു വർഷം 2,500 കോടി രൂപയുടെ അധിക ബാധ്യത വരും. അത് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി കേരള ഗവൺമെൻറ്റിനില്ല. ആ സാഹചര്യത്തിലാണ് പങ്കാളിത്ത പെൻഷന് പകരം അഷ്വേർഡ് പെൻഷൻ നടപ്പിലാക്കും എന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഇതിങ്ങനെ അഷ്വേർഡ് പെൻഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും IRDAയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യമാണെങ്കിലും ക്ഷേമ പെൻഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും ഇപ്പം നടക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട്
സാധാരണക്കാരെ ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുക്കുന്നതിന് തുല്യമായിട്ടാണ് ഇപ്പോഴത്തെ ഈ വാഗ്ദാനവും വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ഞാൻ തിരിച്ചെത്താം. അഡ്വക്കേറ്റ് സതീഷ് വസന്ത്, ഇവിടെ ഇപ്പോൾ 3 പേരും പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. കൃത്യമായ വിലയിരുത്തൽ തന്നെയാണ് ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് അവർ 3 പേരും നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ താങ്കൾ പറഞ്ഞു, ഈ പെൻഷൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞു, ഏറ്റവും ഒടുവിൽ അങ്കണവാടി ജീവനക്കാർക്ക് കൊടുത്ത 1000 പറ്റി പറഞ്ഞു. അങ്ങനെ നിരവധി കാര്യങ്ങളിവിടെ ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴും ഇതൊക്കെ എങ്ങനെ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം പ്രധാനമായി നിൽക്കുകയാണ്. ഇപ്പോൾ ഈ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ട് ഇത്രയും 10 വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഒരു ചിന്തയുമില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത്തരമൊരു ചിന്ത വീണ്ടും വന്നിരിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും പറഞ്ഞതിനപ്പുറം ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കാര്യമല്ലാതെ മറ്റൊന്നും അല്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമല്ലേ? നോക്കൂ, അതിൻ്റെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ ആഡ് ചെയ്യുന്നു. താങ്കൾ പറയേണ്ട ഒരു വിഷയമായതുകൊണ്ട് ഈ റബ്ബർ കർഷകരുടെ കാര്യം ഇവിടെ 2 പേരും ചൂണ്ടിക്കാട്ടുകയുണ്ടായി. നന്ദു ആയാലും ശ്രീ AK സാദിഖ് ആയാലും. താങ്കൾ കേരള കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിൽ കൂടി അക്കാര്യത്തിൽ കൃത്യമായ മറുപടി പറയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. നോക്കൂ, ബഹുമാനപ്പെട്ട അവിടെ നമ്മുടെ സാമ്പത്തിക വിദഗ്ധൻ പറഞ്ഞു, ഇപ്പം ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ റവന്യൂ വരുമാനം കൂടിയിട്ടുണ്ടെന്നാണ്. അതുപോലെ തന്നെ കമ്മി പറഞ്ഞിട്ടുണ്ട് 27,000 കോടി 2025 ഉണ്ടായിട്ടുണ്ട്. അത് 2026-27 അത് 37,000 കോടി, 27,000-ന് 37,000 കോടി രൂപയിലേക്ക് മാറുന്നു. അത് ബഹുമാനപ്പെട്ട സാമ്പത്തിക വിദഗ്ധൻ തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു, അതെങ്ങനെ അത് കമ്മി കൂടേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു 400 രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈ ക്ഷേമ പെൻഷൻ, അതിൻ്റെ 10,000 കോടി വരുന്നുണ്ട്. അതുപോലെ തന്നെ വീട്ടിലെ ഈ യുവതികൾക്ക് ഒരു 1000 രൂപ വെച്ച് പുതിയ പദ്ധതി വന്നിട്ട് അത് ഒരു 350 കോടി രൂപ. അതുപോലെ തന്നെ യുവജനങ്ങൾക്കുള്ള ഒരു 1000 കോടി. അങ്ങനെ ഇതെല്ലാം കൂടി ചേർത്ത് കണക്ട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തിട്ടാണ് ഈ 37,000 27,000 കോടിയുടെ കമ്മിയിൽ നിന്ന് 37,000 കോടിയുടെ കമ്മിയിലേക്ക് വരണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു. നോക്കൂ, ഇതിൽ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഏറ്റവും ആകർഷണമായ 1-2 കാര്യങ്ങൾ തന്നെയാണ് ഈ ക്യാൻസർ എയ്ഡ്സ് പേഷ്യകൾക്ക് 2,000 രൂപ ആക്കിയതും, അതുപോലെ തന്നെ അംഗൻവാടിയും ആശാ വർക്കർമാർക്കും പ്രീ പ്രൈമറി ടീച്ചേഴ്സിനും അവരെ ഹെൽപ്പർമാർക്കും ഇവർക്കെല്ലാം പെൻഷൻ കൂടിയതൊക്കെ എന്ന് പറയുന്നത് ഈ സർക്കാരിൻ്റെ ഈ ബഡ്ജറ്റിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് തന്നെ ജോയി നേരെ അത് നമുക്ക് ഇല്ലാതെ പറയില്ല. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു വക്കീലാണ്. നമുക്കെന്ന് പറയുന്നത് 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷം രൂപ ക്ഷേമം ഇത് കൂടിയെന്ന് വെച്ചാൽ അത് എത്രയോ വർഷം കൊണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ഇത്തവണ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി കൂടിയിട്ടുള്ളത്. അതുപോലെ നിങ്ങളെ പത്രപ്രവർത്തകർക്കും കൂടിയിട്ടുണ്ടല്ലോ, പെൻഷൻ കൂടിയിട്ടുണ്ട്, അവർക്കുള്ള ബാക്കിയുള്ള സംവിധാനം കൂടിയിട്ടുണ്ട്. നോക്കൂ, ഇപ്പം ബഹുമാനപ്പെട്ട എൻ്റെ സ്നേഹിതൻ ശ്രീ നന്ദു പറഞ്ഞതെന്ന് വെച്ചാൽ കേരള കോൺഗ്രസിൻ്റെ നമ്മളെ ഈ റബ്ബറിന് കൂടിയ പൈസ ഇന്നുവരെ കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കില്ലേ? അത് നമ്മളിപ്പോൾ 250 രൂപ എന്ന് ആക്കുകയും അത് വീണ്ടും താഴോട്ട് വരികയും ചെയ്തിട്ടില്ലല്ലോ. ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഇന്ന് റബ്ബർ കർഷകർക്ക് ഒരു ആശ്വാസം തന്നെയാണ്, അത് ഒരു സംശയമില്ല. ആ കാര്യം പറഞ്ഞുകൊണ്ട് കേരള കോൺഗ്രസിന് ഈ ജനങ്ങളുടെ മുന്നിലേക്ക് എത്താൻ ഒരു കുഴപ്പമില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ട് റബ്ബർ കർഷകർ ഇന്ന് ഹാപ്പി അല്ല, ഞാൻ പറഞ്ഞു അവരൊക്കെ ഹാപ്പിയാണെന്ന്. നോക്കൂ, അവർ താങ്ങുവില ശരിയായിട്ട് നിൽക്കില്ലേ? എവിടെയെങ്കിലും അവർക്ക് ഉൽപ്പാദനം നടക്കുമ്പോഴത്തേക്ക് അത് സ്റ്റഡി ഇതെന്ന് പറയുന്നത് അത് വളരെ ഇതാണ്. നോക്കൂ, ഇപ്പം ഇന്ന് വേറെ ഒരു ഉദാഹരണം പറയും. ഇന്ന് സ്വർണം നോക്കൂ, ഇന്ന് 8,500 രൂപ വർദ്ധിച്ചിട്ടുണ്ട്. അത് നമുക്ക് സ്റ്റഡി എന്ന് പറയാൻ പറ്റും. നാളെ സുപ്രഭാതത്തിൽ അത് 20,000-25,000 രൂപ കുറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊരു സ്റ്റഡി ഇതല്ല. ഇതൊന്നും റബ്ബർ കർഷകർക്ക് അതൊരു ഒരു സ്റ്റഡി ആയിട്ടുള്ളതെന്ന് അവർക്ക് ഹാപ്പിയാണ്, 100% ഹാപ്പിയാണ്. പിന്നെ അത് താങ്ങുവില കൂടുന്നെങ്കിൽ അത് കൂടുതൽ ഹാപ്പിയാവും, അത് ഒരു സംശയമില്ല. ഞാനിത് പറയുന്നത് വെച്ചാൽ ഇത് ഈ മേഖലയിൽ എല്ലാ മേഖലയിലും ഈ ബാലഗോപാൽ അദ്ദേഹം തൊട്ട് തലയോടി തന്നെ പോയിട്ടുള്ളൂ. ഇല്ലാതെന്നല്ല. ഇപ്പം വ്യവസായ മേഖല, കേരളത്തിലെ വ്യവസായ മേഖല ഇന്ന് എത്ര രൂപയാണ് വ്യവസായ മേഖലയിലെ ഒരു വളർച്ച എന്താണ്? പൊതുമേഖലാ സ്ഥാപനങ്ങൾ തന്നെ 27 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇന്ന് ലാഭത്തിലാണ്. പണ്ട് UDF ഇന്നത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പൂട്ടിപ്പോയ ഒരു ഇതല്ലേ? ഇന്നത് അങ്ങനെയാണോ? അല്ലല്ലോ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ. അതുപോലെ തന്നെ ആ മേഖലയ്ക്ക് 1973 കോടി രൂപയാണ് കൊടുത്തിട്ടുള്ളത്, ഈ ബഡ്ജറ്റിൽ വെച്ചിട്ടുള്ളത്. അതുപോലെ സ്വകാര്യ വ്യവസായ മേഖലയ്ക്ക് അല്ലാതെ 20 കോടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ധനകാര്യമന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് അദ്ദേഹം മാക്സിമം ചെയ്യുന്നത് വെച്ചാൽ കയ്യിലുള്ള കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ വരുമാനം വെച്ചാൽ പറ്റുള്ളൂ. ബഹുമാനപ്പെട്ട നമ്മളെ BJPയുടെ പ്രതിനിധി നന്ദു പറഞ്ഞു, എന്തുകൊണ്ടാണ് കൊടുത്ത പൈസ നോക്ക്, ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് വന്ന പൈസ നമുക്ക് തരണില്ല, കടമെടുക്കാനുള്ള പദ്ധതി വരണില്ല.
നമ്മൾ ഈ നിങ്ങൾ നോക്കിയോളൂ, കേരളം ഏറ്റവും കൂടുതൽ വികസിത ഈ ഒരു 10 വർഷത്തിന് വികസിച്ചിട്ടുണ്ട്. വിഴിഞ്ഞം പദ്ധതി, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി 1000 കോടി രൂപ അതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ. അതുപോലെ തന്നെ ക്ഷീരവികസനത്തിന് 128 കോടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ കുടുംബശ്രീ ആ ബഡ്ജറ്റിന് 275 കോടി രൂപ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മമാർക്കും സഹോദരിമാർക്കും സ്ത്രീകൾക്കും എല്ലാം എന്ന് പറയുന്നത് ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട് തന്നെ അതുപോലെ വിദ്യാർത്ഥികൾക്കും കഴിഞ്ഞ 2025-26 ബഡ്ജറ്റിലും ഇത്തരം നീക്കിവെക്കലുകൾ നിരവധിയുണ്ട്. അതിന്റെ കണക്കുകളൊക്കെ കൃത്യമായുണ്ട്. അതിന്റെ എത്ര ശതമാനം പോലും ചെലവഴിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നടപ്പാക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു ചിന്ത കൂടി വേണ്ടേ? ഒരു ധനകാര്യമന്ത്രി എന്നിട്ട് വേണ്ടേ ഈ പുതിയ പ്രഖ്യാപനങ്ങൾ ഈ പെരുമഴ പോലെ ഇങ്ങനെ പ്രഖ്യാപിച്ചു കൂട്ടുന്നത്? അല്ല, ഞാൻ പറഞ്ഞു പെരുമഴ പോലെ അല്ലല്ലോ പ്രഖ്യാപിച്ചില്ല. അങ്ങനെ അതാണ്ടാണ് നേരത്തെ ഈ ഉദാഹരണം പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ഷേമ പെൻഷൻ 2000-2500 രൂപ പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ പറയും പോലെ പോണ പോക്കിൽ വല്ലവരുടെ തലയിട്ടിട്ട് പോകണം. അങ്ങനെ പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ, ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് താങ്ങാനുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഈ ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ വർഷം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒരു ഗിമ്മിക്കല്ല, ഞാൻ പറഞ്ഞു, ഒരു ഇലക്ഷൻ ഗിമ്മിക്കല്ല. അദ്ദേഹം ആക്ച്വൽ അദ്ദേഹത്തിന് ഇരിക്കുന്ന ധനത്തിന് വെച്ചല്ലേ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുള്ളൂ, അല്ല വേറെ ഒന്നും കളിക്കാൻ പറ്റില്ലല്ലോ. അത് കിഫ്ബി വഴി എന്തെല്ലാം പദ്ധതികൾ, പാലങ്ങൾ, റോഡുകൾ, കെട്ടിടങ്ങൾ, ഈ സ്കൂൾ കെട്ടിടങ്ങളൊക്കെ ഇത്രയും വലിയ മികച്ച രീതിയിൽ എവിടെയെങ്കിലും ജോയിൻ നേരെ കണ്ടിട്ടുണ്ടോ? ശരി, ഓക്കെ, ഞാൻ താങ്കളെ തിരിച്ചെത്താം. ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്തോട്ടെ. അദ്ദേഹം പറഞ്ഞതിന് അനുബന്ധമായിട്ട് 2026-26 ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് മുമ്പ്, കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു പ്രീ ബഡ്ജറ്റ് ചർച്ചയ്ക്ക് വേണ്ടി കേരള ധനകാര്യമന്ത്രി മറ്റ് സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരെ വിളിച്ചിരുന്നു. അദ്ദേഹം ഇവിടുത്തെ ധനകാര്യമന്ത്രി 21,000 കോടി രൂപയുടെ ഒരു പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറയുന്നത് റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ടിനും അതേപോലെ തന്നെ മിനിമം പ്രൈസ് 250 കിലോയ്ക്ക് ആക്കുന്നതിനും ഉള്ള ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മലയോര പ്രദേശത്തെ കർഷകരുടെ വരുമാനം അല്ലെങ്കിൽ വന്യമൃഗങ്ങളുമായിട്ടുള്ള ശല്യം കൊണ്ട് അതിലുണ്ടാകുന്ന നഷ്ടം നികത്തുന്നതിന് വേണ്ടി 1000 കോടി രൂപയുടെ, അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് 21,000 കോടി രൂപയുടെ പ്രപ്പോസൽ വെച്ചു. അവിടെ അവർ മനസ്സിലാക്കേണ്ടുന്നത് കേരള ഗവൺമെൻറ് ഈ ഫെബ്രുവരി 29-ാം തീയതി അവതരിപ്പിക്കുക ബഡ്ജറ്റ് അസമയത്താണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ആ ഫെബ്രുവരി 1-ാം തീയതി ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരളത്തിന് നികുതി വിഹിതമായിട്ടും ഗ്രാൻഡായിട്ടും അതേപോലെ തന്നെ ഇതുപോലുള്ള ആനുകൂല്യങ്ങളുമായിട്ട് എത്ര കോടി രൂപ കിട്ടും എന്ന് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അന്നേരം ആ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റ് അവതരിക്കുന്നതിന് മുമ്പ് ഈ കേന്ദ്ര ധനകാര്യ കമ്മീഷൻ്റെ 16-ാം കമ്മീഷൻ്റെ റിപ്പോർട്ടും കൊടുത്തെങ്കിലും അത് അംഗീകരിക്കുന്ന അന്നേ ഉണ്ട് കാണത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ കേരളത്തിന് എത്ര കിട്ടും എന്ന് പറയാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ഇപ്പോൾ എല്ലാം പ്രതീക്ഷിക്കുന്ന തുകയാണ് കാണിച്ചിട്ടുള്ളതെല്ലാം. അങ്ങനെ പ്രതീക്ഷിച്ച് കിട്ടും എന്നുള്ള ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രതീക്ഷിച്ച് കിട്ടുന്ന തുക വെച്ചുകൊണ്ടാണ് ഇങ്ങനെ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിക്കും. അതേപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള പറയുന്ന അവസരത്തിൽ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് നമ്മുടെ ഈ 2026-27 ബഡ്ജറ്റിനെ വേണ്ടത്ര ഗൗരവത്തോടെ കണ്ടിട്ടില്ല. ആ കണ്ടിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തയ്യാറാക്കുന്ന ബഡ്ജറ്റ് ഇവർ കാത്തിരിക്കുമായിരുന്നു. അതാണ് അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്. ശരി, ഞാൻ തിരിച്ചെത്താം. ശ്രീ AK സാദിഖ്, ഇവിടെ ഇപ്പോൾ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ഇവിടെ ഓരോ കാര്യങ്ങളായി എടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ ആരോഗ്യ മേഖലയിലെ വികസനം കേരളം നമ്പർ 1 എന്നൊക്കെ ഇപ്പോഴും എപ്പോൾ നോക്കിയാലും ആരോഗ്യമന്ത്രി പ്രഖ്യാപിക്കും. ഇന്നലെ ഒരു പ്രശ്നം അടിയന്തര പ്രമേയമായി നമ്മൾ ചർച്ച ചെയ്ത് കണ്ടതാണ്, കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ഇപ്പോൾ അതൊക്കെ ഉള്ളപ്പോൾ വളരെ ഇച്ഛാശക്തിയോടുകൂടി ഞങ്ങൾ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അമേരിക്കയേക്കാൾ ശിശുമരണ നിരക്ക് കുറഞ്ഞ സംസ്ഥാനം കേരളമാണ്, ഏറ്റവും കുറവ് കേരളത്തിലാണ് എന്നൊക്കെ വരെ ആ പ്രീ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുണ്ട്. ആരോഗ്യമേഖലയ്ക്ക് 10,431.73 കോടിയാണ് കഴിഞ്ഞ ബഡ്ജറ്റിലുണ്ടെങ്കിൽ ഇപ്പോഴും അതിലൊരു വർധന വരുത്തി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പ്രയോജനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ട് എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ ഒരു മേഖല വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ്. ഈ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് കേരളം നമ്പർ 1 ആണെന്നുള്ള വീമ്പിളക്കൽ ജനം കേട്ട് തുടങ്ങിയതും PR വർക്ക് തുടങ്ങിയതും LDF ഗവൺമെൻറ്റിൻ്റെ കാലം തൊട്ടാണ്. പക്ഷേ രാജഭരണം കാലം തൊട്ട് ഈ കാര്യങ്ങളിൽ കേരളമല്ല തിരുവിതാംകൂർ ലോകത്തെ നമ്പർ 1 ആണ് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അപ്പോൾ അത് പരമ്പരാഗതമായി നമ്മുടെ ഈ നാട്ടിന് പണ്ടുകാലം മുതൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പേ ഉള്ളതിനെ ഇപ്പോൾ കയറി ഈ വീമ്പിളക്കുക. ഇപ്പോൾ എൻ്റെ ഒരു സംശയം,
എല്ലാം ഈ പിണറായി സർക്കാർ പിണറായി 2.0 എന്നൊക്കെ പറയുമ്പോൾ അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ് മുമ്പൊരു മുഖ്യമന്ത്രി കേരളം ഭരിച്ചിട്ടില്ലേ? നായനാർ എന്ന് പറഞ്ഞൊരു CPM ഒരു മുൻ മുഖ്യമന്ത്രി ഇല്ലേ? EMS എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി ഇല്ലേ? ഇപ്പം VS-ൻ്റെ പേര് 20 കോടി രൂപ VS-നെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു പഠന ഗവേഷണ കേന്ദ്രം ഏൽപ്പിച്ചിരിക്കുക. അപ്പം VS അത്ര മോശക്കാരനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി 20 കോടി രൂപ ചിലവാക്കി പഠിപ്പിക്കാനൊരു സെൻറ്റർ എന്തിനാണ്? അപ്പോൾ ഇവിടെ PR വർക്ക് അത് ബഡ്ജറ്റിൽ മന്ത്രിമാർ മുതൽ ഇങ്ങ് അറ്റത്തെ പ്രാദേശിക പ്രൈമറി അംഗം വരെ ഈ വാഴ്ത്തുപാട്ടാണ്. ഈ വാഴ്ത്തുപാട്ടിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാൻ പറ്റില്ല. ദൈനംദിന ജീവിതത്തിൽ അവർക്കുണ്ടാക്കണ്ട. ഞാൻ ഇന്ന് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സാധനത്തിൻ്റെ വില, നാളെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഒരു വില. കേരളത്തിലും കേന്ദ്രത്തിലും ഒരുമിച്ച് ഭരണം നടന്നിരുന്ന പല കാലഘട്ടങ്ങളുമുണ്ട്. ആ കാലഘട്ടങ്ങളിലൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം അത് കേരളത്തിലെ ജനങ്ങളുടെ വികസന സ്വപ്നങ്ങളാണോ പൂവണിഞ്ഞത്, അതോ കേരളത്തിലും കേന്ദ്രത്തിലും ഭരണത്തിലിരുന്ന സർക്കാരിൻ്റെ മുന്നണിയുടെ നേതാക്കന്മാരുടെയും അവരുടെ കുടുംബങ്ങളുടെയും വികസന സ്വപ്നങ്ങളാണോ പൂവണിഞ്ഞത് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ട്. ആ ബോധ്യം കൂടി നിലനിർത്തിക്കൊണ്ട് സാറ് പറഞ്ഞല്ലോ BJPക്ക് ഇനി ഒരുപാട് കാലം എടുക്കേണ്ടി വരും. ഇത് ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്ന സമയത്തും ആ ഇലക്ഷൻ നടന്ന സമയത്തും പല ചർച്ചകളിൽ പങ്കെടുത്ത സമയത്തും എന്നോടും ഇവിടുത്തെ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെ നേതാക്കന്മാർ വ്യക്തിപരമായും ചർച്ചയിലും പറഞ്ഞതാണ് നിങ്ങളുടെ ആ സ്വപ്നമൊന്നും പൂവിടാൻ വേണ്ടി പോകുന്നില്ല എന്ന്. സാർ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾക്കപ്പുറത്ത് ചില കിലോമീറ്ററുകൾക്കപ്പുറത്ത് തന്നെ ഒരു കോർപ്പറേഷൻ മന്ദിരമുണ്ട്. ആ മന്ദിരത്തിനകത്ത് കയറിയാൽ ഒന്നാം നിലയിൽ വലതു വശത്ത് ഒരു മേയറുടെ കസേരയും ഉണ്ട്, മേയറുടെ ഓഫീസുമുണ്ട്. ആ ഓഫീസിനകത്തിരിക്കുന്ന മേയർ BJP-കാരനായിട്ടുള്ള മേയറാണ്. അദ്ദേഹത്തിൻ്റെ പേര് അഡ്വക്കേറ്റ് VV രാജേഷ് എന്നാണ്. അതുപോലെ ഇവിടെ നിന്ന് വളരെ കുറച്ച് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള കേരളത്തിൻ്റെ തലസ്ഥാന ജില്ലയിലെ തലസ്ഥാനത്ത് ഈ പറയുന്ന സെക്രട്ടേറിയറ്റിലേക്കും നിയമസഭയിലേക്കും ഒരു BJP-യുടെ മുഖ്യമന്ത്രി നടന്നു കയറി വരുന്ന ദിനമൊന്നും അത്ര വിദൂരമല്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അടുത്തൊരു അധികാരം ഇടതുപക്ഷം തുടർഭരണത്തിന് വേണ്ടിയിട്ടുള്ള കരുക്കൾ നീക്കുമ്പോൾ അതിനോടൊപ്പം നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിനെ ഒരു സൈഡിൽ നെഗ്ലക്റ്റ് ചെയ്തുകൊണ്ട് ഇപ്പുറത്തെ സൈഡിൽ നിന്നുകൊണ്ട് ഒരു വലിയ രീതിയിലുള്ള വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയം അധികാരം പിടിച്ചെടുക്കാനുള്ള ഒരു പരിശ്രമത്തിലൂടെ കോൺഗ്രസ് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യമൊക്കെ കേരളത്തിലെ ജനങ്ങൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്, കൃത്യമായി അടയാളപ്പെടുത്തുന്നുണ്ട് എന്നുള്ള ബോധ്യം നിർത്തിക്കൊണ്ട് വേണം സാദിഖ് സാറിനെ പോലെയുള്ള പരിണതപ്രജ്ഞരായിട്ടുള്ള ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ LDF വരും എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ BJP വരുന്ന അവിടെ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം സാർ കേട്ടില്ല. ഞാൻ പറഞ്ഞത് BJP വരുന്നത്. എന്റെ നിലപാട് എന്നും BJP വരുന്നത്. തെരഞ്ഞെടുപ്പിൽ BJP കേരളം ഭരിക്കും സാർ. ഇതേപോലെ ഞാൻ അതാ പറഞ്ഞത്. ഈ ശ്രീധരൻ മുഖ്യമന്ത്രിയുടെ ആഫീസ് ഞാൻ സാറിനോട് പറഞ്ഞത് ഇതേ വാചകമായിരുന്നു, ഇതേ കളിയാക്കലായിരുന്നു. 1 പവൻ മോതിരം വരെ ഞങ്ങളുടെ നേതാക്കന്മാർക്ക് ഓഫർ ചെയ്ത മന്ത്രിമാരുണ്ടായിരുന്നു. അതേ ആളുകൾ തന്നെ ഇത്തവണ പറഞ്ഞു നിയമത്തെ അക്കൗണ്ട് ഞങ്ങൾ പൂർണ്ണമായി ക്ലോസ് ചെയ്തു, ഇനി BJPക്ക് ഒരു സാധ്യതയും തിരുവനന്തപുരത്തില്ല എന്ന് പറഞ്ഞിടത്തു നിന്നാണ് ഒറ്റക്കക്ഷിയായി 50 സീറ്റ് നേർപകുതി സീറ്റുകൾ നേടിക്കൊണ്ട് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണത്തിലേക്ക് നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചോളൂ, നിങ്ങൾ ഞങ്ങളെ നിങ്ങൾ ഞങ്ങളെ മാറ്റി നിർത്തിക്കോളൂ. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് വികസനത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് എക്കാലത്തും BJP ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതൊക്കെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. നിങ്ങൾ ക്യൂബയിലെ മറ്റേ വാക്സിൻ കണ്ടായിരുന്നോ ചേട്ടൻ? ജോയ് ചേട്ടൻ കണ്ടായിരുന്നോ ക്യൂബയിലെ വാക്സിൻ? ഞാൻ കണ്ടില്ല. അപ്പോൾ ഇതുപോലെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഞാൻ അത്രയും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു ഒഴിച്ചത്. ചേട്ടന് പിന്നെ ഞാൻ കുറച്ചുകൂടി ബാലഗോപാലിന് എന്തെങ്കിലും പറയണമെന്ന് ചേട്ടൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ കൂട്ടി പറയാം. അല്ല, പാമ്പ് കടി ഏറ്റവർക്ക് പണം കിട്ടിയോ? പാമ്പ് കടി ഏൽക്കാതിരിക്കാനുള്ള പ്രിക്വേഷൻ മെഷേഴ്സ് കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞിരുന്നു, കിട്ടിയോ? അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. കുറേ മോഹിപ്പിക്കുന്ന കോടികളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, കുറേ മോഹിപ്പിക്കുന്നത്. ഇപ്പം ഞാൻ ഒരു കാര്യം കൂടി പറയാം. അതായത് MC റോഡിൻ്റെ വികസനത്തിന് 5900 കോടി രൂപയുടെ വികസനം, അതിൽ ജംഗ്ഷൻ വികസനം എന്നാണ് പറയുന്നത് അല്ലേ? ആ ജംഗ്ഷൻ വികസനത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥലം ഞാൻ പറയാം. ചടയമംഗലത്തെക്കുറിച്ച് പറഞ്ഞു. ഞാനിന്ന് ബഡ്ജറ്റ് കേട്ടപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ കേട്ടത് ചടയമംഗലത്തെക്കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് ഈ ചടയമംഗലം ജംഗ്ഷൻ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചടയമംഗലം ജംഗ്ഷൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് മോഹിപ്പിക്കുന്ന കോടികളൊന്നും മാറ്റിവെക്കുന്നതിന് പകരം ആ ചടയമംഗലത്തുള്ളൊരു ബസ് ഡിപ്പോയുണ്ട്, ഒരു ബസ് സ്റ്റാൻഡ്. നമ്മളെല്ലാവരും ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകുമ്പോൾ ആ ബസ് കയറി ഇറങ്ങിപ്പോകുന്ന പ്രദേശമുണ്ട്. ആ ബസ് ടെർമിനൽ ഒന്ന് വികസിപ്പിക്കാൻ
അവിടുത്തെ MLA ഈ സർക്കാരിൽ മന്ത്രിയാണ് ശ്രീമതി ജിഞ്ചു റാണി. അങ്ങനെ ഒരു MLA ഉള്ള സ്ഥലത്ത് നിങ്ങൾ ആ മണ്ഡലങ്ങളിലൊന്ന് യാത്ര ചെയ്ത് നോക്കണം. അവിടുത്തെ അഞ്ചൽ, അവിടുത്തെ പുനലൂര്, അതുപോലെ തന്നെ ചടയമംഗലം, ഈ ബാലഗോപാലിന്റെ കൊട്ടാരക്കര, അതിദരിദ്ര വിമുക്ത സംസ്ഥാനമാണ് കേരളം എന്ന് പ്രഖ്യാപിച്ച ഇതേ ബാലഗോപാലിന്റെ മണ്ഡലത്തിലെ പല വീടുകളിലും ജയ്ഹിന്ദ് വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ വീടുകൾ കൊണ്ടുവന്ന് കാട്ടിത്തരാം. കാരണം ഞാൻ അവിടെ സംഘടനാ ചുമതല നോക്കുന്ന പ്രഭാരിയാണ് പാർട്ടിയുടെ. അവിടെ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് എനിക്ക് കൃത്യമായി ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതെല്ലാം വരും ദിവസങ്ങളിൽ പുറത്തു വരും, അതിൽ സംശയമൊന്നും വേണ്ട. വരും ദിവസങ്ങളിൽ പല കാര്യങ്ങളും കേരളത്തിലെ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖം വലിച്ചു കീറുന്ന കൊട്ടാരക്കരയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ IT പാർക്കിന്റെ കാര്യം കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 10 കോടി കൂടെ അനുവദിച്ചിട്ടുണ്ട്. IT പാർക്ക് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചത്, ആ IT പാർക്കിന്റെ ഫ്രണ്ടിലൊന്ന് പോയിട്ടുണ്ടോ? ഇപ്പൊ പുല്ല് മൂടി കിടന്നിട്ട് ആ ശിലാഫലകം കാണാൻ സാധിക്കുന്നുണ്ടില്ല. ഒന്ന് പോയി നോക്കണം ചോദിച്ചാട്ട്. വന്നാൽ ഞാൻ കൊണ്ടുപോവാം. ഞാൻ അടുത്ത് കൊട്ടാരക്കര അതുകൊണ്ടല്ലേ പറഞ്ഞത്, സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത് അതുകൊണ്ടാണ്. ചടയമംഗലത്തിന്റെ വികസനത്തിന് വേണ്ടി പണം അനുവദിക്കുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ആ ചടയമംഗലം ബസ് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ആ ബസ് സ്റ്റാൻഡ് നവീകരിച്ചതിന് ശേഷം വേണം ഈ 5000 കോടി രൂപയുടെ വലിയ നവീകരണം ഞങ്ങൾ നടത്താൻ പോകുന്നു നിങ്ങൾ വലിയ വീമ്പ് ഇറക്കാൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാനതിനെ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിനെ ഒന്നും എതിർക്കുന്നയാളല്ല. പക്ഷെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതെല്ലാം കടലാസിൽ ഒതുങ്ങാൻ വേണ്ടി പോകുന്നു. കടലാസിൽ ഒതുക്കാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ച ഒരു ബഡ്ജറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. 2 മണിക്കൂർ 52 മിനിറ്റ് നീണ്ട ബാലഗോപാലിന്റെ പ്രസംഗം മുഴുവൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 2026 തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക അവതരിപ്പിക്കൽ മാത്രമാണ്. അല്ലാതെ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള യാഥാർത്ഥ്യബോധമുള്ള, യാതൊരു വിധത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ ചേർത്തു പിടിക്കുന്ന, യാതൊരു വിധത്തിലും പുതിയ പദ്ധതികൾ നൽകി നാളെയുടെ കേരളത്തെ സൃഷ്ടിക്കുന്ന യാതൊന്നും തന്നെ ആ 2 മണിക്കൂർ 52 മിനിറ്റിൽ ഇല്ല എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നിരാശ നൽകുന്നതാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ദുഃഖത്തിലാഴ്ത്തുന്നതാണെന്നുള്ളതാണ് BJPയുടെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശരി, ഡോക്ടർ നീതി, ഇവിടെ ഇപ്പോൾ ഈ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു പോകുന്ന പല കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വെനസ്വേലയിലെ പ്രസിഡന്റിനെ US തടവിലാക്കിയതിനെ അടക്കം ബജറ്റിൽ വിമർശിച്ചു പോകുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഈ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു കാര്യം. അപ്പോൾ എന്തോ ഈ ഒരു മാനിഫെസ്റ്റോ ആയി മാത്രം കണ്ടാൽ മതി എന്നുള്ളൊരു വിമർശനത്തെയാണ്, അത്തരത്തിലാണ് പലരും ഇതിന് പറയുന്നത്. ഈ ബജറ്റിനെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ ഒരു മാനിഫെസ്റ്റോ അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു മുന്നോട്ട് പോക്കിനെയൊക്കെയാണ് കാണുന്നത്. അങ്ങനെ പറഞ്ഞാൽ താങ്കൾ അതിൽ തെറ്റ് കാണുമോ, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും വലിയ? നമ്മളൊരു ബഡ്ജറ്റ് തയ്യാറാക്കുന്ന അവസരത്തിൽ, പ്രഖ്യാപനങ്ങൾ നടത്തുന്ന അവസരത്തിൽ, ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പണം കൂടുതൽ ചെലവാക്കുന്ന അവസരത്തിൽ വിഭവ സമാഹരണത്തെപ്പറ്റി കൂടി അവർക്ക് ബോധ്യമുണ്ടായിരിക്കണം ധനകാര്യമന്ത്രിക്ക്. ഇവിടെ നമ്മൾ 2026-26 ബഡ്ജറ്റ് തയ്യാറാക്കി നോക്കുന്ന അവസരത്തിൽ ഒരുപാട് പ്രഖ്യാപനങ്ങൾ വരുന്നുണ്ട്. കൂടുതലും ക്ഷേമ പ്രവർത്തനങ്ങളാണ്. പക്ഷെ മറുഭാഗത്ത് നോക്കുന്ന അവസരത്തിൽ കേരളത്തിൻ്റെ സ്ഥായിയായ വികസനത്തിന് വേണ്ടി 2026-27 അധികാരത്തിൽ വരികയാണെങ്കിൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ രൂപം നൽകുവാൻ ധനകാര്യമന്ത്രി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ റവന്യൂ കമ്മി ഇത്ര വലുതായിട്ട് ഉയരുകയും മറുഭാഗത്ത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കുറയുകയും ചെയ്യുന്നത്. ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒന്ന്, കേരളം 2024-25 9.5% വളർച്ച കൈവരിച്ചു. പക്ഷേ നമ്മുടെ തനത് വരുമാനം 2% മാത്രമേ 2.7% മാത്രമേ വർദ്ധിച്ചിട്ടുള്ളൂ. അതായത് നമ്മുടെ നികുതി വരുമാനം വർദ്ധിക്കുന്നില്ല, നമ്മൾ വളർച്ച കൈവരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ അതിനുള്ള പ്രധാന കാരണം നോക്കുന്ന അവസരത്തിൽ ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്, കേരളത്തിൻ്റെ വാർഷിക പദ്ധതി 2024-25 വാർഷിക പദ്ധതിയിലെ തുക എന്ന് പറയുന്നത് 32,550 കോടി രൂപയായിരുന്നു. അത് 2025-26 അവസാനിക്കുന്ന അവസരത്തിൽ ചിലപ്പം 10 മാസം കഴിഞ്ഞ 9 മാസം കഴിഞ്ഞ അവസരത്തിൽ ചെലവഴിച്ചത് കേവലം 36% മാത്രമാണ്. ഇനി വരുന്ന 2 മാസം കൊണ്ട് അങ്ങനെ 2/3 ഭാഗം ചെലവഴിക്കാൻ കഴിയും. അതിനുള്ള സാമ്പത്തിക ശേഷി കേരളത്തിനുണ്ടോ എന്നുള്ളതിനെപ്പറ്റി ധനകാര്യമന്ത്രി ഒന്നും പറയുന്നില്ല. അവിടെ ഇതേപോലെ തന്നെ വാർഷിക പദ്ധതിക്ക് വേണ്ടത്ര ഗൗരവം കൊടുക്കാതെ കണ്ടിട്ട്, വിഭവസമാഹരണം നടത്താതെ കണ്ടിട്ടാണ് 2026-27 വാർഷിക പദ്ധതിയെപ്പറ്റി പറയുന്നതും ഒരു വിഹിതം കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്നത്. അത് കേരളത്തിൻ്റെ ഈ വാർഷിക പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയും തകർന്ന ഒരു സ്ഥിതിയിലേക്കാണ് കേരളം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്,
കേന്ദ്രാവിഷ്കൃത പദ്ധതികളായിട്ട് 3 ഉണ്ട്. ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ PM ശ്രീ പദ്ധതിയാണ്. സമഗ്ര ശിക്ഷാ അഭിയാൻ്റെ ഭാഗമായിട്ട് വരുന്ന PM ശ്രീ പദ്ധതി. അത് കേന്ദ്രം 60%, സംസ്ഥാനം 40% എടുക്കണം. അപ്പോൾ അതിൻ്റെ പറ്റി ഒരു വ്യക്തമായ രൂപമോ അല്ലെങ്കിൽ വ്യക്തമായ ഘടനയോ ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് 2026-27 ഈ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായ ഈ PM ശ്രീ പദ്ധതിയും അതേപോലെ തന്നെ നാഷണൽ ഹെൽത്ത് മിഷൻ്റെ പദ്ധതിയും അതേപോലെ തന്നെ മൂന്നാമത്തേതായിട്ട് വരുന്ന ജലജീവൻ പദ്ധതിക്കും അങ്ങനെ തുക മാറ്റിവെച്ച ഒരു സാഹചര്യം വരുന്നത്. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷൻ്റെ മൊത്തം ചെലവിൻ്റെ 60% ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് കൊടുക്കുന്നത്. പക്ഷെ അതുകൊണ്ടാണ് കേരളത്തിലെ ആരോഗ്യ മേഖല അല്പമെങ്കിലും മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുന്നത്. അപ്പോൾ ഈ ചുരുക്കം വാക്കിൽ ചോദിച്ചാൽ ഇതിൽ ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതൊരു ആത്മാർത്ഥതയുള്ളതാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ എങ്ങനെ, ആത്മാർത്ഥതയാണോ എന്ന് ചോദിച്ചാൽ താങ്കൾ ആത്മാർത്ഥത ഉണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഒരു യാഥാർത്ഥ്യബോധമുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമായിരുന്നു. കുറച്ച് പ്രഖ്യാപനങ്ങൾ നടത്തിയത് കൊണ്ട് നമ്മളുടെ യാഥാർത്ഥ്യങ്ങളെ ഒഴിവാക്കാൻ കഴിയുകയില്ല. നമുക്ക് യാഥാർത്ഥ്യ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആ സാമ്പത്തിക പ്രതിസന്ധി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം ഒരു ബഡ്ജറ്റ് തയ്യാറാക്കിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രഖ്യാപനങ്ങൾ നടത്തി ഇലക്ഷനെ നേരിടാൻ വേണ്ടി ഗവൺമെൻറ് പോവുകയില്ലായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട 2 ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, ജലജീവൻ എന്ന് പറയുന്നൊരു പദ്ധതിയുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റും തമ്മിൽ 50% വീതം ചെലവ് മീറ്റേണ്ടെന്നാണ്. 2019 തുടങ്ങി 2024 പൂർത്തിയാക്കേണ്ടതായിരുന്നു. ഇപ്പോൾ 2025 വർഷം കഴിഞ്ഞ് 2025 പൂർത്തിയാകുന്ന അവസരത്തിൽ ഇതുവരെ അതിന് 50% പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചെയ്ത വർക്കിൻ്റെ ബാധ്യത ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല. ഇപ്പോൾ ഏകദേശം കരാറുകാർക്ക് ഏകദേശം 9,000 കോടി രൂപ കൊടുക്കണമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ പറയുന്നത്. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 74 ലക്ഷം കുടുംബങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതി എങ്ങനെ നടപ്പിലാക്കാൻ കഴിയും? അത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് അവരുടെ വിഹിതം വാങ്ങിച്ചു. അതെങ്ങനെ കാര്യക്ഷമമായി നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി ഒരു വ്യക്തമായ രൂപം അദ്ദേഹത്തിന് ബഡ്ജറ്റിൽ അവതരിപ്പിക്കാൻ കഴിയില്ല. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. കിഫ്ബിയുടെ കാര്യം പറഞ്ഞു. 2016 കിഫ്ബി തുടങ്ങുന്ന അവസരത്തിൽ ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നത് 5 വർഷം കൊണ്ട് 50,000 കോടി രൂപ ചെലവഴിക്കുമെന്നായിരുന്നു. പക്ഷേ ഇപ്പം 10 വർഷം കഴിയാറായ അവസരത്തിൽ ഇന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ധനകാര്യമന്ത്രി പറയുന്നത് ഇതുവരെ 90,000 കോടി രൂപയുടെ അനുമതി കൊടുത്തിട്ടുണ്ട്, വർക്കുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ 27,000 കോടി രൂപ മാത്രമേ കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് കിഫ്ബി ഇതിനകം ഏകദേശം 39,000 കോടി രൂപയുടെ വായ്പ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കിഫ്ബി എടുത്ത വായ്പയാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കേരള വായ്പയായിട്ട് പരിഗണിച്ചിട്ട് നമ്മുടെ വായ്പ പരിധി കുറച്ചു കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒന്നിനും ഒരു വ്യക്തമായ ലക്ഷ്യബോധമില്ലാതെ കണ്ടിട്ട് ധനവിഭവ സമാഹരണം നടത്താതെ യാഥാർത്ഥ്യബോധത്തോടുകൂടി ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ധനകാര്യമന്ത്രി 26-27 ശ്രമിച്ചിട്ടില്ല. അത് തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യമിട്ടുകൊണ്ട് തയ്യാറാക്കിയ ഒരു ബഡ്ജറ്റ് മാത്രമാണെന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. ഓക്കെ, വ്യക്തമാണ്. ശ്രീ AK സാദിഖ്, ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ ഈ നവകേരള സദസ്സൊക്കെ വീണ്ടും വരുന്നുണ്ട് കേട്ടോ. 210 കോടി രൂപയുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനിയിപ്പോൾ വീണ്ടും വരാമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം നടത്തി അതിൻ്റെ തുടർച്ചയെപ്പറ്റി പറയുന്നുണ്ട്. ശബരിമല വികസനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും എത്ര കോടി കണക്കുകളൊക്കെ വീണ്ടും ഈ ബഡ്ജറ്റിൽ ആവർത്തിച്ചു പോവുകയാണ്. അപ്പോൾ വീണ്ടും ഇത്തരം കാര്യങ്ങൾ കൂടി ഇങ്ങനെ ആവർത്തിച്ചു പോവുകയാണ് ഈ സർക്കാർ. അതായത് PR വർക്കിനും പബ്ലിസിറ്റിക്കും വേണ്ടിയിട്ടുള്ള ധാരാളം പദ്ധതികൾ കോടിക്കണക്കിനും. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമത്തിന് 7 കോടി, മോഹൻലാലിന് സ്വീകരണം കൊടുത്തതിന് 2 കോടി, നവകേരള ബസ്സിന് 1 കോടി, അങ്ങനെ എത്ര കോടികൾക്കൊന്നും ഒരു വിലയുമില്ലാത്ത രീതിയിലാണ് ഇവർ പദ്ധതികൾ നടപ്പിലാക്കി അല്ലെങ്കിൽ പാഴാക്കി കൊണ്ടുപോകുന്നത്. അതേസമയം ഈ ഗവൺമെൻറ് കൊടുത്തു തീർക്കാനുള്ള ബാധ്യതകളെക്കുറിച്ച് ഇവിടെ എവിടെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരാറുകാർക്ക് ഏതാണ്ട് 10,000 കോടിയിൽ കൂടുതൽ കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട്. ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും എല്ലാം കൂടി എല്ലാ ബാധ്യതയും, അതായത് ഈ പറഞ്ഞ രീതിയിൽ തീർക്കാനാണെങ്കിൽ 5 ഗഡു DA കുടിശ്ശികയും, ആ DA കുടിശ്ശികയൊക്കെ ഇപ്പോൾ കൊടുക്കുമ്പോൾ 2 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് 40 മാസം കഴിഞ്ഞിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പണ്ടൊക്കെ എന്ന് തൊട്ടാണോ അത് ഡ്യൂ ആവുന്ന അന്ന് മുതലുള്ള കുടിശ്ശിക കിട്ടുമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല, കൊടുക്കുന്ന ദിവസം മുതലുള്ളതേ കിട്ടൂ. അതെല്ലാം കൂടി ചേർത്താൽ 1 ലക്ഷത്തിന് മുകളിൽ കോടി രൂപ ഈ ഗവൺമെൻറ്റിന് കടമുണ്ട്.
ആ കടം ഇന്നല്ലെങ്കിൽ നാളെ ഏത് ഗവൺമെൻറ് ആയാലും കൊടുത്തു തീർത്തേ പറ്റൂ. ഈ സർക്കാർ ഈ ജനങ്ങൾ സർക്കാരിന് കൊടുക്കാനുള്ളത് എഴുതി തള്ളുന്നത് പോലെ ഇനി ഈ ഗവൺമെൻറ് പോകുന്നതിന് മുമ്പേ ഗവൺമെൻറ് ഈ ജീവനക്കാർക്കും കരാറുകാർക്കും ഒക്കെ കൊടുക്കാനുള്ളതും കൂടെ എഴുതി തള്ളിയിട്ട് പോകുമോ എന്നുള്ള ഒരു പേടിയാണ്. കാരണം ഒരുപാട് പുതുമകളുള്ള ഒരു മുന്നണിയും പാർട്ടിയുമൊക്കെ ആയതുകൊണ്ട് വേണ്ടി വന്നാൽ ഈ പോകാൻ പോകുന്ന പോക്കിന് കൊടുക്കാനുള്ളതെല്ലാം എഴുതി തള്ളിയിരിക്കുന്നു. പണ്ട് കാർഷിക 27,000 കോടി രൂപ എങ്ങാണ്ടൊക്കെ എഴുതിത്തള്ളി എന്ന് കേന്ദ്രം എഴുതിത്തള്ളിയത് നമ്മൾക്ക് കേട്ടതുപോലെയുള്ള പരിപാടികൾ ഇവർ വേണ്ടി വന്നാൽ ചെയ്തേക്കും. വളരെ വ്യക്തമായി നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ ഒരു ഗഡു DA, അതല്ലെങ്കിൽ ഒരു 100-200 രൂപ പെൻഷൻ, ഇങ്ങനെയുള്ള ഈ പണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസം രാത്രി വീടുകളിൽ ചെന്ന് കവറിനകത്ത് രൂപ ഇട്ട് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു പരിപാടി, അതിൻ്റെ ഒരു പുതിയ ആവിഷ്കാരമായിട്ട് ഇലക്ഷൻ എടുക്കാറാവുമ്പോൾ പണം പമ്പ് ചെയ്യുക. ബീഹാറിൽ 10,000 രൂപ വെച്ച് കൊടുത്തതുപോലെ ഇവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ഈ 1,600 രൂപ ക്ഷേമ പെൻഷൻ 2,000 ആയിട്ട് 400 രൂപ വർദ്ധിപ്പിച്ചത് എപ്പോഴാണ്? 4.5 വർഷം വരെ 5 രൂപ വർദ്ധിപ്പിക്കാതെ ഡിസംബറിൽ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് നവംബർ മാസത്തിലാണ് ആ 400 രൂപ. അവിടെയും നോക്കൂ, ആ രൂപ ഈ ക്ഷേമ പെൻഷനൊക്കെ 18-ാം തീയതി കഴിഞ്ഞ് ട്രഷറിയിൽ നിന്ന് ഈ പണം കൊടുക്കാൻ കഴിയുകയുള്ളൂ. എത്രയോ വർഷങ്ങൾ കൊണ്ട് അങ്ങനെയാണ്. ആദ്യത്തെ ദിവസങ്ങൾ, പ്രവൃത്തി ദിവസങ്ങളൊക്കെ സർക്കാർ ജീവനക്കാർ അതുപോലുള്ളതൊക്കെയാണ്. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഡിസംബർ 9-നായിരുന്നു. ആ ഒരൊറ്റ മാസത്തേക്ക് 7-ാം തീയതി മുൻകൂറായി ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. ഒപ്പം നമ്മളുടെ വനിതകളുടെ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള മറ്റ് പെൻഷനൊന്നും കിട്ടാത്തവരുടെ അത്. അന്ന് ഇവർ ഈ ബഡ്ജറ്റിലൊക്കെ അത് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ ഇലക്ഷൻ സമയത്ത് കയറി പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപിച്ചത് ഇപ്പം വീണ്ടും പ്രഖ്യാപിക്കും. ഇപ്പോൾ ഇതിനകത്ത് വരുന്നൊരു വിഷയം എന്താണെന്നറിയാം? ഒറ്റ വരി, ഈ ജീവനക്കാർക്ക് ജാനുവരിയിൽ ഡ്യൂ ആവുമ്പം 3% ക്ഷാമബത്തയ്ക്ക് അർഹനായി പത്രങ്ങളിൽ വെണ്ടയ്ക്ക് അക്ഷരം വരും. പാവം ജനം വിചാരിക്കും 3% കിട്ടി. ഇത് കഴിഞ്ഞ് മന്ത്രിസഭ ഇത് കൊടുക്കാൻ തീരുമാനിക്കും. അപ്പോഴും പത്രത്തിൽ വരും ജീവനക്കാർക്ക് 1 ഗഡു DA. ഇത് കഴിഞ്ഞ് ഇത് കൊടുക്കാനായിട്ടുള്ള ഗവൺമെൻറ് ഓർഡർ ഇറങ്ങും. ഓർഡർ ഇറങ്ങുമ്പം വീണ്ടും പത്രത്തിൽ പറയും 1 ഗഡു ക്ഷാമബത്ത. ഇത് കേൾക്കുന്നവർ വിചാരിക്കും 3 ഗഡു ക്ഷാമബത്ത കൊടുത്തുവെന്ന്. കിട്ടുന്നത് എത്രയാ? 1 ഗഡു. അതുപോലെയാണ് ഈ ഗവൺമെൻറ്റും. 1000 രൂപ ആശമാർക്ക് കൊടുത്തു എന്ന് അന്ന് പറഞ്ഞു. ഇപ്പോൾ അത് ബഡ്ജറ്റിൽ കയറ്റി കൊടുക്കുക. അപ്പോൾ അവർ കണക്കാക്കുന്നത് അന്ന് 1000 കിട്ടി, ഇപ്പോൾ 1000 കിട്ടി. ഇങ്ങനെ കണ്ണിൽ പൊടിയിടുന്ന വാചക കസർത്തും പിന്നെ നടപ്പിലാക്കാതെ കൈയൊഴിയാനുള്ള പരിപാടികളും മാത്രമാണ് ഈ ബഡ്ജറ്റിലുള്ളതെന്ന് ഒറ്റ വരിയിൽ പറഞ്ഞ് തീർച്ചയായും.